نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فأنبئكم بما كنتم تعملون وقال النبي صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم وينظر أشأم من فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمرة أو كما قال عليه الصلاة والسلام ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിൽ താൽക്കാലികമായി അയച്ചതാണ്, പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാണ്, ആഖിറത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടി അയച്ചതാണ്. ദുനിയാവിൽ മനുഷ്യനൊന്നും ഒരുങ്ങാനില്ല. യഥാർത്ഥത്തിൽ ആഖിറത്തിലേക്കാണ് ഒരുങ്ങാനുള്ളത്. ദുനിയാവ് അതിൻ്റെ ഒരു തർത്തീബുണ്ട്. ആ തർത്തീബിലൂടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ആഖിറം അത് ഒരുങ്ങാനുള്ളത്. അതുകൊണ്ട് ആഖിറത്തിലേക്കുള്ള ഒരുക്കത്തിനുള്ള സ്ഥലമാണ് ദുനിയാവ്. അതിനിടയിൽ മനുഷ്യർക്ക് ആവശ്യങ്ങളുണ്ടാവും, ജറൂറിയ ആവശ്യങ്ങളുണ്ടാവും. അത് തീർച്ചയായും പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ലക്ഷ്യമാണ്. ഒന്ന് മനുഷ്യന്റെ ആവശ്യങ്ങൾ, അത് പൂർത്തീകരിക്കപ്പെടണം. മറ്റൊന്നയാളുടെ ലക്ഷ്യമാണ്, അതെന്തായാലും പൂർത്തീകരിക്കപ്പെടണം. ലക്ഷ്യത്തിന് വേണ്ടി ആവശ്യങ്ങളെ മാറ്റിവെക്കുക എന്നുള്ളത് മനുഷ്യന്റെ സഹജമായ ഒരു സ്വഭാവമാണ്. ഒരു ലക്ഷ്യമുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടി ചില ആവശ്യങ്ങളെ മാറ്റിവെക്കും. ട്രെയിനിന് വേണ്ടി പെട്ടെന്ന് പോകണം, ട്രെയിൻ പാസ് ചെയ്ത് പോകും, നേരെ വൈകുന്നേരം പുറപ്പെട്ട് ബ്ലോക്ക് കുടുങ്ങി. അയാൾക്ക് നല്ല ദാഹമുണ്ട്, ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യർ പറയും ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കഴിച്ചാൽ ട്രെയിൻ പാസ് ചെയ്യും. അതുകൊണ്ട് ഭക്ഷണത്തിനെ ആ സമയത്ത് മനുഷ്യൻ ലക്ഷ്യത്തിന് വേണ്ടി കുർബാൻ ചെയ്യും. എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവും. ഏത് കാര്യങ്ങളങ്ങനെ നോക്കിയാലും ആവശ്യങ്ങളെ മനുഷ്യൻ കുർബാനായിട്ട് പേരിലാണ് അതിന് ആവശ്യം എന്ന് പറഞ്ഞത്. ലക്ഷ്യം അത് കുർബാൻ ചെയ്യപ്പെടാൻ പറ്റില്ല. ഇതേപോലെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ ആഖിറത്തിൽ വിജയിക്കണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം. എന്തായാലും അള്ളാഹ് എല്ലാവരും കണ്ടുമുട്ടും. പക്ഷെ എങ്ങനെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ കണ്ടുമുട്ടും?
അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നന്നാക്കണം, അതിനുള്ളൊരു അവസരം തന്നേക്കണം. ഇന്ന അമൽ ചെയ്താൽ അള്ളാഹുവിന് തൃപ്തിയാണ് എന്ന് പറഞ്ഞ അമലുകൾ നമുക്ക് പറഞ്ഞുതരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക, ആഖിറത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക. ഇതാണ് ഭൂമിയിലെ ജീവിതം. ഇതിനുവേണ്ടി ഒരുങ്ങുക, തയ്യാറാവുക. അതിനിടയിൽ കുറെ ആവശ്യങ്ങൾ കയറി വരും. ആവശ്യങ്ങളെ വലുതാക്കി ലക്ഷ്യങ്ങളെ മറന്നുപോയാൽ ആ മനുഷ്യൻ പരാജിതനാണ്. നമുക്ക് നല്ലപോലെ ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ കാണുന്നതൊക്കെ ആവശ്യങ്ങളാണ്. അതിന്റെ പിന്നിലാണ് നമ്മൾ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഉള്ളത്. നമ്മൾ ആഗ്രഹങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും അതൊക്കെ ഉള്ളത് അവിടെയാണ്. വസ്തുക്കളെ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് എല്ലാ മനുഷ്യരും. കാരണം അതിന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് മുന്നിൽ കാണുന്നുണ്ട്. ഈമാനിന്റെ ആവശ്യം, അമലിന്റെ ആവശ്യം നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് കാണുന്ന സമയത്ത് അത് ആഗ്രഹത്തിലാണ്. നിങ്ങളിൽ ഒരാളും ഇല്ലാതെ എല്ലാവരും അല്ലാഹുവിനെ കണ്ടുമുട്ടും, അല്ലാഹുവിനോട് സംസാരിക്കും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു ദിവാശകൻ ഉണ്ടാവില്ല, ഒരു തർജുമാൻ ഉണ്ടാവില്ല. അവൻ അവന്റെ വലതു ഭാഗത്ത് നോക്കുമ്പോൾ അവൻ ചെയ്ത അമലുകളല്ലാതെ ഓർമ്മയുണ്ടാവില്ല. അഷ്ടമമീൻ അവന്റെ ഇടതു ഭാഗത്തേക്ക് നോക്കും, വലയറായില്ല നാട്ടം അവൻ ചെയ്തതല്ലാതെ ഓർമ്മയില്ല. വലതു ഭാഗത്തേക്ക് ചെയ്തത് നന്മകളാണ്, ഇടതു ഭാഗത്തേക്ക് ചെയ്തത് തിന്മകളാണ്. അതല്ലാതെ അവൻ വേറൊന്നും കാണില്ല. അവൻ അവന്റെ മുന്നിലേക്ക് നോക്കും. അവൻ അഭിമുഖമായി നരകല്ലാതെ അവൻ വേറൊന്നും കണ്ടെത്തുകയില്ല. നിങ്ങള് നരകത്തുനിന്ന് സൂക്ഷിക്കുകയും ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊണ്ടാണെങ്കിലും, ഒരു ഫുള്ള് ഈത്തപ്പഴം കൊടുക്കാനില്ല, ഒരു കീറെങ്കിലും കൊടുത്തിട്ട് വേഗം ഒരുങ്ങിക്കൊള്ളി. ആഖിറത്തിന്റെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമല് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ പോയി കാണുന്നത് എന്താണ്? അത് നന്നാക്കണം, നമ്മുടെ അമലുകൾ നന്നാക്കണം. അതിന് അല്ലാഹു തആല തന്ന ഒരു മാസമായിരുന്നു റമദാൻ. അത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മണിക്കൂറുകൾ ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി. നമ്മളോട് ചോദിക്കുക, വേറെ ആരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മളോട് ചോദിക്കുക, എന്താണ് റമദാന്റെ വിടവാങ്ങലിൽ നിന്റെ മാനസികാവസ്ഥ? കെട്ടിയിടപ്പെട്ട മൃഗത്തെ അയച്ചിട്ട പോലെയാണോ? എവിടോ തടഞ്ഞു വെച്ച ഒരാളെ തുറന്നിടുന്നത് പോലെയാണോ നമ്മളിങ്ങനെ റമദാൻ വിട്ടുപോണത്? ഇത് ഓരോരുത്തർക്കും എടുക്കാനുള്ള തീരുമാനം. നമ്മളോട് ചോദിക്കുക, റമദാന്റെ അവസ്ഥ എന്താ? റമദാൻ നമ്മൾ തീരാണ്. നമ്മൾ എന്തൊക്കെ ഒരുങ്ങി, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്? ഇതിങ്ങനെ കഴിയും. നാളെ പെരുന്നാൾ വരും, സന്തോഷിക്കും, അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് എങ്ങനെ പോയി അത് തീരും. നമ്മളെ ജീവിതം ഒരു വർഷം കഴിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ? ഇനി എന്റെ ജീവിതം എന്താണ് ആക്കേണ്ടത്, എങ്ങനെ കൊണ്ടുപോകണം? ഇതിനെപ്പറ്റി നമ്മൾ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പോയമായിരുന്നു, ഈ വർഷം നമ്മൾ പോകും. ഏതൊക്കെയോ അവസ്ഥകളിലായി നമ്മുടെ ദിവസം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഉറപ്പായ തീരുമാനം എടുക്കേണ്ട ദിവസം കൂടിയാണ്. മാഷാ അല്ലാഹ്, നമ്മൾ ഖുർആൻ ഓതി, ദിക്റുകൾ ചെയ്തു. പലർക്കും ജമാഅത്ത് നിസ്കാരം മുടങ്ങിയിട്ടില്ല. പലർക്കും. സാധാരണ ചെറുപ്പക്കാരനോട് വർത്തമാനം പറയുന്നുണ്ട്. റമദാൻ ആരംഭത്തിൽ തന്നെ അത് പറഞ്ഞതുകൊണ്ട് ഒരു ജമാഅത്ത് നിസ്കാരം ഇതുവരെ മാഷാ അല്ലാഹ് മുടങ്ങിയിട്ടില്ല. 2-3 ദിവസം പണി പാടി വെച്ച് ഞാൻ ഇമ്മത്ത് കട്ടുകൊണ്ട് നമ്മളെ തുറന്നു. അവൻ ജോലിയുള്ള ആളാണ്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു, ഈ ജോലി എന്നല്ല എനിക്ക് റമദാൻ കഴിഞ്ഞാലുള്ളത്, ഓഫീസിലാണ് എൻ്റെ ജോലി. അപ്പോഴും ഇതേപോലെ പിടിച്ചാൽ മതി. നമുക്ക് ജമാഅത്ത് നിസ്കാരം വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. ജമാഅത്ത് നിസ്കാരം വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. കോഴിക്കോട് ഒരു ചെറുപ്പക്കാരനോട് ഇരിക്കാവുന്നത് ഒരു 2-3 ദിവസത്തേക്ക് വന്നാൽ. അപ്പൊ പോകുന്ന സ്ഥലത്തോട് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് വെക്കും വേണം. ഇന്നലെ ഉച്ചക്കാണ് നമ്മൾ നീ പോയിക്കോ. അവനോട് നിന്റെ അസർ കഴിഞ്ഞിട്ട് പോയാൽ ഞാൻ അവിടെ മഗ്‌രിബിനെ എത്തുമ്പോൾ ആകെ ടൈമാവില്ല, എന്താ ചെയ്യുന്നത്? നീ സംസാരം കഴിഞ്ഞ ഉടനെ വേണമെങ്കിൽ പോയിക്കോ, അല്ലെങ്കിൽ മുമ്പ് പോയിക്കോ. അവനോട് ഇങ്ങനെ പറഞ്ഞു, വേറെ കാര്യം, കൊണ്ടോട്ടിക്ക് ടിക്കറ്റ് കൊണ്ടോട്ടി എത്തുന്നുണ്ടല്ലോ.
എന്നോട് നിസ്കാരം കഴിഞ്ഞൊന്നും കയറുന്നത് അത്ര സമയം കഴിഞ്ഞത്. നമ്മളെന്താ ഉണ്ടെങ്കിൽ നേരെ കോഴിക്കോട് വെച്ചിട്ടും കോഴിക്കോട് കയറാം. അപ്പൊ എല്ലാ ഹദീസും കൂടെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. യാത്രക്കാരന് എന്നൊക്കെ പറയും. ഈ മരുഭൂമി കൂടെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഈ ഒട്ടകപ്പുറത്ത് പെരും വെയിലും കൊണ്ടിട്ട് പോണ ആൾക്കാരാണ് ശരിക്കെന്ത് നിങ്ങൾ പറയും. നമ്മളെ പഴമക്കാരൊക്കെ നടന്നിരുന്നു പല സ്ഥലത്ത്. ഇപ്പം ആരോട് പറയാ തിരൂർക്ക് നടന്നിട്ടുണ്ട്, മലപ്പുറത്തുനിന്ന് തിരൂർക്ക് നടന്നിട്ടുണ്ട്. ഈ റംസാനാണ് തോന്നുന്നു. പഴയ ഒരു കാലത്തിനെ പറ്റി ഇവിടെ പറഞ്ഞതാണ്. തിരൂർക്ക് ഞാൻ നടന്നിട്ടുണ്ട്. നമ്മളാലോചിച്ച് തിരൂർക്ക് നടക്കണമെങ്കിൽ ഇത്ര പണിയുണ്ട്. അപ്പോഴുള്ള മനുഷ്യനെ പോലെയാണ് ഇപ്പോഴുള്ള തിരൂർക്ക് പോലെ ഏസിറ്റ കാറ്, ഫുൾ സെറ്റപ്പ്, ബസ്സാണെങ്കിൽ സെറ്റപ്പ് വെച്ച് വെയിലും മയും കൊള്ളണ്ട, പ്രശ്നങ്ങളൊന്നുമില്ല. ഫോണേക്കൊക്കെ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാലേ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട്. ആ യാത്ര മറ്റേ യാത്ര നമ്മൾ ഒന്നാക്കിയാൽ എന്തുണ്ടാവും? കുഴപ്പമൊന്നുമില്ല. നിയമങ്ങളൊക്കെ റെഡിയാണ്. നമ്മൾ നിയമത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ വന്നവരല്ല. അത് നിങ്ങൾ നല്ലപോലെ നോട്ട് ചെയ്തിട്ട്. നിയമം പൂർത്തിയാക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളൊരു വികാരം പൂർത്തിയാക്കാൻ വന്നതാണ്. എന്ത് വികാരം? അല്ലാഹുവിനോടുള്ള കടമ, അടിമ, അബ്ദിയത്ത്, അത് പൂർത്തിയാക്കുക. അത് ഏറ്റവും നല്ല നിലയിൽ പൂർത്തിയാക്കുക. ഒന്ന് തൊഴിലാളിന്റെ പൂർത്തിയാക്കലുണ്ട് ഉണ്ടല്ലോ. 8 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ 8-5 ആവുന്നു വരുന്നു. 8 മണി വരെ വീഡിയോ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവന് 6:30 മുതൽ പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 7:55 ആവുമ്പോൾ തന്നെ എന്താവും? അതിനിടയിൽ ആരെങ്കിലും ഒരാൾ 7:40 ഒരു സാധനം ജയിച്ച് വന്നാൽ ഇവന്റെ മുഖമൊക്കെ പറയും. ഇവരുടെ മുഖത്തിനൊക്കെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ അപ്പുറത്ത് വീഡിയോ നോക്കി മകൾ ചിലപ്പോൾ പറയും. ഓനവരുടെ പണിക്കാരനാണ്, അവിടുത്തെ പണിക്കാരനാണ്. നേരെ മറിച്ച് അതിന്റെ മുതലാളിയാണെങ്കിലും അയാൾ ആ വലിയ ഗാനന്റെ വീടൊക്കെ ഇറക്കാനായില്ല, ഇറക്കാനായില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇത് 2 സാധനമാണ്. എന്നാ കൃത്യത അങ്ങനെ പൂർത്തിയാക്കി പോവാം. മറ്റൊന്നല്ല, വേറെ തൊഴിലാളി അവരെ തൃപ്തിപ്പെടുത്തുന്നതാണ്. 2 തൊഴിലാളിമാർക്ക് തൃപ്തിപ്പെടുത്താനുള്ള മുതലാളി. സാരല്ല, ആയിക്കോട്ടെ, ഇന്ന് ഒരു കച്ചവടം നടന്നില്ല, ഏതെന്തെങ്കിലും നമുക്ക് കൂലി എന്തെങ്കിലും ഈ മനുഷ്യന് എന്തെങ്കിലും കിട്ടണ്ടേ, ആയിക്കോട്ടെ വരി, നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് ആ തൊഴിലാളി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹിനോട് എങ്ങനെയാണെന്നാണ്. ഏറ്റവും വൃത്തിയായ നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, ഏറ്റവും നല്ല നില അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരായി മാറും. അപ്പൊ ആ മനുഷ്യൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ വന്നത് തന്നെ അതിനാണെന്നുള്ളത് നമ്മൾ മറന്നു. നമ്മളെന്തോ യാത്ര ചെയ്യാന്, എന്തോ കച്ചവടം ചെയ്യാന്, എന്തോ പരിപാടിക്കൊക്കെ വന്നാണെന്ന് വിചാരിച്ചത്. കച്ചവടം ബാക്കിയുള്ളതൊക്കെ ഇവിടെ തൽക്കാലം നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളാണ്, നിന്ന് പോകാനുള്ള പരിപാടികളാണ്. ഒരാൾ സൗദി അറേബ്യ പോയി, അയാൾക്ക് ലഗേജ് ചെയ്യാം, ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ആണല്ലോ, ടിക്കറ്റിൽ ഓപ്പറേഷൻ ഇട്ടാൻ വേണ്ടിയിട്ട് ലഗേജ് ഇല്ലാതെ വെക്കില്ല. അങ്ങനെ അയാൾ ഈത്തപ്പനത്തോട്ടത്തിൽ പോയി, കുറച്ച് ഈത്തപ്പനുണ്ട്. നാളെ അയാൾ പൂരാണ്. അയാളെന്താ ചെയ്യാൻ പറയും? അയാളെന്താ ചെയ്യാൻ? അയാൾക്ക് അന്ന് എന്താണ് അയാൾ പോരുന്നവരെ തിന്നാനുള്ള കുറച്ച് സാധനം എടുത്തുള്ളൂ. അയാളോട് ചാക്കൊക്കെ എടുത്ത് പൊറ്റൊക്കെ എടുത്ത് തലവിട്ട് പോരുന്നുണ്ട്. കാരണം അയാൾക്ക് എന്തില്ല, അയാൾക്ക് ലഗേജ് ഇല്ല. അയാൾ അവിടെ ആവശ്യം പൂർത്തിയാക്കാൻ മാത്രമേ അയാൾക്ക് ലിസ്റ്റുള്ളൂ. ഇതേപോലെ ഭൂമിയിൽ മനുഷ്യർ നമ്മളെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാം. ഇന്നലെ നമ്മളെ ദിവസം കഴിഞ്ഞു. അത് നമ്മളെ 1 കോടി രൂപ കിട്ടിയാലും നമുക്ക് 100 രൂപ കിട്ടിയാലും നമ്മളെ ആവശ്യം കഴിഞ്ഞോ? മാഷാഅല്ലാഹ് കഴിഞ്ഞു. ഇന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ വന്നെന്തിനാണ്? ഒന്ന് കറക്റ്റ് ജമാനിസ്കരിക്കാന്. അത് നമുക്ക് മനസ്സിലായില്ല. അത് പറഞ്ഞാവും കുറ്റക്കാരന് പോവും. ഞാനിപ്പോ ഈ പറഞ്ഞതെന്ന് കുറെ ആൾക്ക് മനസ്സിലാവില്ല. ഇയാളൊന്നും വേറിടില്ലല്ലോ, പുതിയ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ ഒരു പുതിയ ഐറ്റംസ് പതിച്ച് ആരും വരണം. ഇത് പറഞ്ഞ് നമ്മൾ തലേ കയറിയിട്ട് ജീവിതം നന്നായി ആഹൃത്ത് രക്ഷപ്പെടുക. അതാണ് നമ്മുടെ പരിപാടി. ഇതിലല്ലേ എപ്പോഴും തന്നെ പറയും, ഇതെന്നെ പറയാനുള്ളൂ. ഇതിനപ്പുറത്ത് എന്താ പറയാനുള്ളത്? യജമാനായ അള്ളാനെ മനസ്സിലാക്കാതെ തിരിഞ്ഞെടുക്കൽ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. അള്ളാനെ എത്തിപ്പെടുത്തൽ നമ്മൾ വേറെന്താ പണി?
കുറെ നോളജ് ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? ഭയങ്കര ചന്ദ്രനിൽ അങ്ങനെ ഉണ്ട്, ചന്ദ്രൻ കൂടെ വെളിച്ചം കണ്ടുപോയിട്ട് സൂര്യൻ മുട്ടിട്ട് ഇങ്ങോട്ടാവില്ല. ഇപ്പൊ നമുക്ക് എന്താ കാര്യം? ഉണ്ടായിക്കോട്ടെ, റെഡി. നമ്മൾ അള്ളാനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെന്താ കാര്യം? എങ്ങനെ അള്ളാനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? അള്ളാന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക, അതിന് മുൻഗണന കൊടുക്കുക. നിങ്ങൾ ഭൗതിക ജീവിതത്തിന് മുൻഗണന കൊടുത്തിരിക്കാൻ അള്ളാഹു പറയുന്നത്. ഈസാർ എന്ന അറബി വാക്കിന്റെ അർത്ഥം ഒന്നിനേക്കാൾ മറ്റൊന്നിന് മുൻഗണന കൊടുക്കുക. ഈസാർ നിങ്ങൾ മുൻഗണന കൊടുത്തിരിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ മുൻഗണന കൊടുത്തിരിക്കുകയാണ്. ആഖിറം അത് ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. അപ്പൊ എന്തിനാ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്? എന്തിനാ മുൻഗണന കൊടുക്കേണ്ടത്? ആഖിറത്തിനാണ്. ഞങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിന്റെ മൻ അഹബ്ബ ദുനിയ അള്ളറ ബി ആഖിറതിഹി വമൻ അഹബ്ബ ആഖിറതഹു അള്ളറ ബി ദുനിയ. ആരെങ്കിലും ദുനിയാവിനെ സ്നേഹിക്കുകയാണെങ്കിൽ അവനവന്റെ ആഖിറത്തിനെ കേടുവരുത്തിയവനായി. വമൻ അഹബ്ബ ആഖിറതഹു, ആരെങ്കിലും തന്റെ ആഖിറത്തിനെ സ്നേഹിച്ചോ അള്ളറ ബി ദുനിയ, ദുനിയാവിനും അതിന്റെ പേരിൽ എന്തുണ്ടാവും? കേടുണ്ടാവും. ഇത്ര രണ്ടെണ്ണം പറഞ്ഞിട്ട് എന്തെങ്കിലും രാജ്യങ്ങൾ പറയണേ, നിങ്ങൾക്ക് വേണ്ടി എടുത്തോളിക്കോ. എന്നൊന്നും നിലനിൽക്കുന്നതിന് നിങ്ങൾ മുൻഗണന നൽകിക്കോളിയും. അലാമായഫ്ന, നശിച്ചു പോകുന്ന വിട്ടുപോകുന്നതിനേക്കാൾ നിലനിൽക്കുന്നതിന് മുൻഗണന കൊടുത്തോളിയും. നിങ്ങളല്ലാണ്ട് എങ്ങനെ പറഞ്ഞുതരാം? നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ദുനിയാവിൽ ചെറിയ കുറവ് വരുമ്പോൾ തന്നെ നമുക്ക് സങ്കടം പ്രയാസമാണ്. എന്നാൽ നമ്മൾ ദുനിയാവിന്റെ ഉഷാറിൽ നമ്മൾ ഓടുമ്പോൾ ദീനിന് എന്തെങ്കിലും കുറവ് വന്നാൽ നമുക്ക് അത്ര വലിയ ഖുർആൻ ഓതാൻ പറ്റില്ല, ദിക്ർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇമാം ജമാഅത്തും കിട്ടില്ല, നഷ്ടപ്പെട്ടു, ളുഹറിന് മുമ്പുള്ള ആ പ്രകാശ സുന്നത്ത് അത് പോയി, അല്ലെങ്കിൽ ഹറാമ് കാണ്ടി വന്നു, അതിന് നമുക്കൊരു ബേജാറുമില്ല. കാരണം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കച്ചവടം റെഡി ആയല്ലോ, മാഷാഅല്ലാഹ് അത്യാവശ്യം പൈസ കിട്ടിനല്ലോ, അല്ലെങ്കിൽ അത് നടന്നല്ലോ. അപ്പൊ നമ്മളെ കാഴ്ചപ്പാട് എന്താ ഉള്ളത്? നമ്മൾ ദുനിയാവിൽ ഉഷാറാവണം, അതിനെ സ്നേഹിച്ച് അതിനെ കൊണ്ടെടുക്കുമ്പോൾ ആഖിറത്തിന് എന്തെങ്കിലും കേടുണ്ടാകുന്ന കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം ആഖിറത്തിന്റെ കേടിന്റെ പ്രശ്നം ഇപ്പം അറിയാൻ അല്ല, ഇപ്പൊ അറിയുന്നതല്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ആഖിറത്തിന് വേണ്ടി ദുനിയാവിന് കുറച്ച് എന്തെങ്കിലും കേടെന്ത് പറ്റിയാൽ വേഗം അതിന്റെ നഷ്ടങ്ങൾ ആ മനുഷ്യന്റെ മുന്നിലായി. അതുകൊണ്ടാണ് മനുഷ്യന് ഒരു പ്രഭാഷണം ഇല്ലാതെ, ഒരു ഉപദേശം ഇല്ലാതെ ദുനിയാവിനെ എന്ത് ചെയ്യുന്നത്? ഇഷ്ടപ്പെടുന്നത്, ദുനിയാവിന് മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതെങ്ങനെ പറ്റും? നമ്മൾ തീരുമാനിക്കാം. ഈ ഒരു മാസം മാഷാഅല്ലാഹ് നമ്മൾ കൃത്യമായി ജമാഅത്തേക്ക് എത്തും, ഖുർആൻ നമ്മൾ ഓതി, അത്യാവശ്യം ഖുർആൻ ഓതി. അതൊക്കെ നമ്മൾക്ക് വലിയ വേറെ വിശ്വസിതൊന്നുമില്ല. നമ്മളങ്ങനെ തീരുമാനിക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് വഴികൾ ഇങ്ങനെ തുറന്നു തരാണ്. മഗ്‌രിബിന് ശേഷം നമ്മൾ ഇരിക്കണ്ടേ, അല്ലെങ്കിൽ അസറാശ് ഇരിക്കണ്ടേ, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇരുന്ന് ഓതുക. ഈ ഒരു ഓതൽ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് നടത്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സമ്പാദ്യവും. ഈ ഒരു ഓതൽ അല്ലെങ്കിൽ ഈ ഒരു നന്മ, ഈ ഒരു കാര്യം അത് നമ്മൾ റമദാൻ കഴിഞ്ഞ് കൊണ്ടെടുക്കണം. തഹജ്ജുദ് നിസ്കരിച്ചു നമ്മൾ എത്ര നേരം സത്യത്തിൽ ഉറക്കുകയുണ്ട് റമദാനിൽ, എത്ര നേരം ഉറക്കുകയുണ്ട്. നിങ്ങൾ പറയും ഇശായി പിന്നെ എന്തെങ്കിലും ഓതി കുടിച്ച് അങ്ങോട്ടുന്ന് അവതരണം ചെയ്യാമില്ലായി പകല് കുറച്ചേരം ഉറങ്ങുന്നുണ്ട്. ശരി തന്നെ, അതിന് പകരം ഉറങ്ങുണ്ടല്ലോ എന്നേക്കും നമ്മൾ പറഞ്ഞു. സത്യത്തിൽ എന്താണ് നമുക്ക് ഇത്ര സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല. എപ്പം നോമ്പല്ലെങ്കിൽ അവർ കുറഞ്ഞ സമയം ചെലവാക്കിയാൽ മതി, 1 മണിക്കൂർ ചെലവാക്കിയാൽ മതി. 1 മണിക്കൂറാണെങ്കിൽ രാവിലെ ഉറങ്ങും ചെയ്യാം. പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മാറുകയാണ്, ലക്ഷ്യം മാറിപ്പോവാണ്. ഇപ്പൊ നമ്മളെ ലക്ഷ്യം റമദാനിലെ ആഖിറാണ് ആണല്ലോ. ഇപ്പൊ നമ്മൾ റമദാനിലെ ലക്ഷ്യം ആഖിറാണ്. അതുകൊണ്ട് ആറാമത് കാണൂല, മൊബൈലൊക്കെ ഓഫാക്കി വെച്ച്, പിന്നെ വേറെ ലൈംഗികതിന് ഒന്നുമില്ല. അപ്പൊ നമ്മളെ ലക്ഷ്യം ഫുൾ ആഖിറാണ്. അപ്പൊ നമുക്ക് ആ കാര്യം നടത്താൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എക്സ്ട്രീമിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ദുനിയാവിന് എന്താവുന്നത് ഭയ കുറച്ചൊന്നും കുറച്ചാൽ എന്നാലും ആഖിറത്തിന് ഒരു മുൻഗണന കൊടുത്തേക്കും. അപ്പൊ നമ്മളിൽ അമലുകൾ നിലനിർത്തണം. അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേനും ഈ സാധനമൊക്കെ അടുത്ത് പോകും. ചിലരൊക്കെ 1-ാമത്തെ ദിവസം എന്താക്കും? പൊളിച്ചു കളി വലിച്ചു കീറി. കാരണം 1-ാമത്തെ ദിവസം തന്നെ മാസം കുത്ത് തുടങ്ങും.
വേണ്ടാത്തരങ്ങളും നീട്ടും ഒച്ചപ്പാടും ബഹളവും. അതുകൊണ്ട് റമദാനെ മുതലാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് തീരുമാനിക്കുകയും അള്ളാഹിനോട് സമ്മതിപ്പിക്കുകയും ചെയ്യുക. അതിനൊക്കെ തൗഫീഖ് കിട്ടണം. എവിടുന്ന്? അള്ളാഹുവിന്റെ ഭാഗത്ത്. നമ്മളോട് പെട്ടെന്ന് നന്നാണെന്ന് വിചാരിച്ചാൽ നന്നായിക്കോണമെന്നില്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അത് അംഗീകരിച്ചും കൂടി കിട്ടിയാൽ അതിന്റെ ഫുൾ സപ്പോർട്ട് ആര് തരും? മലക്കുകൾ തരും. മലക്കുകൾ സപ്പോർട്ട് ചെയ്ത് തരും. തിന്മയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി വഴി വെച്ച് കൊണ്ടുപോകും. അപ്പൊ അത് അള്ളാഹിനോട് സമ്മതിപ്പിക്കണം. അന്നത്തെ ദിവസം പണിയാണ്. അള്ളാഹിനോട് സമ്മതിപ്പിക്കുക. എല്ലാ അമൽ കബൂലാവാൻ ദുആ ചെയ്യാം. പിന്നെ ഇതിന്റെ ഈ ചൈതന്യം, ഇതിന്റെ ഈ മാനസിക അവസ്ഥയിൽ പോവാം. ഈ റമദാൻ എത്ര സമാധാനം ഉണ്ടാവും മനുഷ്യർക്ക്. അമലുകളിൽ ഈ സമാധാനം ഉണ്ട്. അമലുകളിൽ ഈ സമാധാനം ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ നല്ലപോലെ പ്രതിജ്ഞ എടുക്കുക. നമ്മളുണ്ട് പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ മരിച്ചു, ഞാൻ ആകെ കുടുങ്ങല്ലോ എന്നൊരു ബോധം നമ്മളിലുണ്ടായി ഒരു തീരുമാനം. മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ലൈലത്തുൽ ജായിദാറിന് ശവ്വാൽ 1 രാത്രി, അത് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി. ഉറക്കൊഴിഞ്ഞിരുന്ന മനുഷ്യർ ഇബാദത്ത് ചെയ്യേണ്ട രാത്രികളിൽ ഒരു രാത്രിയാണ്. 5 രാത്രികൾ ഉറക്കൊഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഉലമാക്കൾ പറയുന്നു. അതിലൊന്ന് ശഅബാൻ 15 രാത്രിയാണ്. അത് കഴിഞ്ഞു. അടുത്ത രാത്രി ശവ്വാൽ 1 രാത്രിയാണ്. എന്നുവെച്ചാൽ ഇന്ന് മാസം കാണാൻ ഇന്നത്തെ രാത്രി, നാളെ. പിന്നെ ദുൽഹിജ്ജ 8, 9, 10. ദുൽഹിജ്ജന്റെ 8, 9, 10. യൗമുൽ തർവിയ, യൗമുൽ അറഫ, യൗമുൽ നഹർ. ഈ പറഞ്ഞ 3 ദിവസം. ഈ 3 ദിവസവും ഉറക്കഴിഞ്ഞിരുന്നാൽ അവന് സ്വർഗം കിട്ടുന്നു. അത്ര പ്രധാനപ്പെട്ട രാത്രിയാണ്. ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ നോമ്പ് വെച്ചവർക്ക് ഭയങ്കര സന്തോഷമുള്ള രാത്രിയാണ്. കാരണം അവർക്ക് ലൈലത്തുൽ ജായിദ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ അടുക്കൽ സമ്മാനം നൽകുന്ന രാത്രി. മലക്കുകൾ ചോദിച്ചു എന്താണ് ഇത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു കൂലിക്കാരൻ, ഒരു പണിക്കാരൻ അയാളുടെ പണി പൂർത്തിയായി ചെയ്താൽ അയാളെ കൂലി പൂർണ്ണമായി കൊടുക്കേണ്ടതാണ്. അയാളെ കൂലി പൂർണ്ണമായിട്ട് കൊടുക്കുന്നത്. ആ കൂലി പൂർണ്ണമായിട്ട് കൊടുക്കുന്ന രാത്രിയാണ്. സമ്മാനം വാങ്ങുന്ന രാത്രി, കൂലി വാങ്ങുന്ന രാത്രി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ആളുകൾ പണിയൊക്കെ എടുത്തിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ബാക്കിയുള്ളവർക്കൊക്കെ വേഗം അറിയാം. ഒരു മാസം ഫുള്ളതായി അവസാനം 1-ാം തീയതി. ആ 1-ാം തീയതിന്റെ പോക്ക് ഒരു സന്തോഷത്തിന്റെ പോക്കാണ്. അല്ലേ? 1-ാം തീയതി പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ ഇതുവരെ മെനക്കെട്ടയിലൊക്കെ ഇന്ന് കിട്ടും. 1-ാം തീയതി അവർ 5-ാം തീയതി ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ പോയി 20-ാം തീയതി ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ചടപ്പേക്ക് പോകാൻ. കാരണം കൈമേടെ പൈസയും തീർന്നുണ്ടാവും. ഇന്ന് എങ്ങനെ പോകും? 1-ാം തീയതി ബൂഡാബി ജവാൻ ബൻകെ ജാത്ത ഹൈ. വയസ്സൻ യുവാവ് പോകണമെങ്കിൽ പോകാം. കാരണം പൈസ ഞാൻ പോകും. 20-ാം തീയതി ആയാൽ ജവാൻ ബി ബൂഡാ ബൻകെ ജാത്ത. ഒരു 20-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായ ചെറുപ്പക്കാരന് ഒരു വയസ്സിന്റെ വയസ്സ് ഇങ്ങനെ പോകും. മനുഷ്യനെന്താ കിട്ടുക അത് മനുഷ്യന് മുന്നിൽ വലിയ സമയം. ഇതേപോലെ ഒരു സമ്മാനം കൊടുക്കുന്ന രാത്രിയാണ്. അല്ലാഹു ഭയങ്കര സന്തോഷിക്കും. അല്ലാഹു പറയും, എന്റെ ഇസ്സത്തിൽ സത്യം, എന്റെ ഔന്നിത്യത്തിൽ സത്യം, എന്റെ മഹത്വത്തിൽ സത്യം, ഞാൻ അവരെ സഹായിക്കാൻ ചെയ്യും, അവർക്ക് പുറത്തു കൊടുക്കാൻ ചെയ്യും. കാരണം ഒരു മാസം അള്ളാഹ്ക്ക് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാത്രികൾ എഴുന്നേറ്റവർ, കരഞ്ഞവർ, നിസ്കരിച്ചവർ, നോമ്പ് വെച്ചവർ, അവർക്ക് അല്ലാഹു സമ്മാനം കൊടുക്കുന്ന രാത്രിയാണ്. അതുകൊണ്ടല്ലേ ശവ്വാൽ 1 രാത്രി വഴി ബറാബർ ലൈലത്തുൽ ഖദ്റിൽ പണിയെടുക്കണമായി പണിയെടുക്കേണ്ടത്. അന്ന് എന്ത് ചോദിച്ചാലും തരും. എന്ത് ചോദിച്ചാലും തരും. നമുക്കറിയില്ല, സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ കുട്ടികൾ നമ്മളോട് എന്ത് ചോദിച്ചാലും പെരുന്നാളിനൊക്കെ പഴയ കാലത്ത് ഇപ്പില്ല. ഭയങ്കര സ്ട്രോങ് ഉള്ള വാപ്പാര് ചിലപ്പോൾ ഒരു സിനിമ ഒക്കെ കാണാനുള്ള അനുവാദം കൊടുക്കല്ലേ പഴയ കാലത്ത്. ഇപ്പൊ പിന്നെ അങ്ങനത്തെ അതിന്റെ ആവശ്യമില്ല. ഡെയിലി എന്ത് ചെയ്യാൻ, ഡെയിലി സിനിമ കണ്ടോണ്ട് പിന്നെ അനുവാദത്തിനും നമുക്കില്ല. അന്നൊരു ദീനൊക്കെയുള്ള വാപ്പാരൊക്കെ എന്ത് ചെയ്യും? ചില കുട്ടികളൊക്കെ ആദ്യമായി സിനിമ കണ്ട് പഠിക്കലെന്നിരിക്കും.
പെരുന്നാളെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൂടെ കാക്കന്റെ കൂട്ടുന്ന ഒരു സിനിമ കണ്ടല്ലോ. കാരണം അന്ന് എന്തിന്റെ അവസ്ഥയാണ്? ഒരു സന്തോഷത്തിന്റെ അവസ്ഥയാണ്. കുട്ടിയൊക്കെ കറക്റ്റ് ഗ്യാപ്പ് വരെ ഈ സന്തോഷത്തിന്റെ ദിവസം കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കല്യാണത്തിന്റെ തലത്ത് ഭയങ്കര സന്തോഷിക്കും. അതിനിടയിൽ വലിച്ചുകൾ വരും. കൂടാണ് ഐസ്ക്രീം ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ വാങ്ങി ഇങ്ങനെ പോകും. കാരണം പ്രശ്നമാക്കൂല. ഇതേപോലെ ഇന്നത്തെ ദിവസം ആകാശ ലോകത്ത് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിവസം ചൊവ്വാലൊന്നും ഇന്നാണെങ്കിൽ ഇന്ന് ഇല്ലെങ്കിൽ നാളെ എന്നാണ് മലക്കൾക്ക് ഭയങ്കര സന്തോഷിക്കും. കാരണം എത്ര മനുഷ്യന്മാരൊന്നും ഓരോ പള്ളിയില്ലല്ലോ. എപ്പോ റമദാൻ അല്ലെങ്കിൽ രാത്രി ഇത്ര മനുഷ്യന്മാരാണുള്ളത്, ഇത്ര കുട്ടികളാണുള്ളത്, ഇത്ര ചെറുപ്പക്കാരാണുള്ളത്. അതൊക്കെ കൊണ്ട് മലക്കുകൾക്ക് ഭയങ്കര ആഹാരവും ആനന്ദമായി. അള്ളാനെ അനുസരിക്കുന്ന മലക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. അള്ളാനെ അനുസരിക്കുന്ന മലക്കുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മലക്കുകളും ഭയങ്കര ഭാഗത്തിലുണ്ടാകും. അപ്പോഴാണ് അള്ളാഹു തആല മനുഷ്യർക്ക് പ്രതിഫലം കൊടുക്കാനുള്ള അവർ എന്താണ് ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാം, അവർക്ക് പുറത്തു കൊടുക്കാം. പെരുന്നാളിന്റെ ദിവസം അള്ളാഹു അവരുടെ ദുആ ഖബൂലാക്കുക തന്നെ ചെയ്യും. ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കൽ റമദാൻ പെരുന്നാളിനാണ് എന്ന് ഹദീസ്. പക്ഷെ എന്താ സംഭവം? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാല് ഒരു കുപ്പായം കഴിച്ചിട്ട് അവിടെ പുറത്തണം വയ്യ. പിന്നെ ആ കുപ്പായം നമുക്ക് കഴിച്ച് ഒരു ബന്ധമുണ്ട്. ഇന്നെ മാസം കണ്ടാൽ വേണ്ടിയാണ്. പിന്നെ ഇതുവരെ ഇറച്ചിനകത്തോരമായി വരും. അവിടെ നിൽക്കുന്നുണ്ടോ ഇറച്ചിപ്പീടി നടക്കുന്ന എനിക്ക് എത്ര നേരം നിൽക്കുക. നമ്മളെന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചേക്കാണ്. ഇല്ല വഴി അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക. ഇവിടെ എത്ര സന്തോഷം ഉണ്ടെങ്കിൽ നാളെ അള്ളാഹിനെ കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ലൈലത്തുൽ ജായിദന്റെ ചൊവ്വാൽ 1 രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി ചെയ്തു കൊടുത്തിട്ട് വേഗം പള്ളിക്ക് തന്നെ എടുക്കാം. രാത്രി എന്നിട്ട് കഴിയാം. അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. അല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടവൻ പോകണായി പോവല്ല. അതുകൊണ്ട് ലൈലത്തുൽ ജായിദനെ അത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇടങ്ങേറുണ്ടോ? പറയുന്ന ആൾക്കാർ കാരണം അത് റമദാനല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അവിടെ കയ്യിൻ്റെ വീടുണ്ട്, സ്ത്രീന്റെ അവസ്ഥയല്ലേ, അങ്ങനെ സന്തോഷത്തിന്റെ അവസ്ഥയല്ലേ, ഒതുക്കൂലമായി. ഇതിൽ രാത്രി വന്ന് നിൽക്കുന്ന ആളുകളിൽ ഇവിടെ മസാല കുറേ ചെറുപ്പക്കാരുണ്ട്, വെല്ലുണ്ട്. അവിടെ ഇങ്ങോട്ട് നിൽക്കുന്ന ഓരോരുള്ള കുട്ടികളാണ്. റമദാൻ ഒന്നും വരാതെ വെറും ലൈലത്തുൽ ജായിദ് മാത്രം വരുന്ന ആൾക്കാരുണ്ട്. റമദാൻ വരെ പള്ളികളൊക്കെ തുറന്നിട്ടുണ്ടാവും, ആൾക്കാരുണ്ടാവും, അവസ്ഥകളുണ്ടാവും. ലൈലത്തുൽ ജായിദൊക്കെ ആ രാത്രി ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഒരു ഭയങ്കര രസത്തിലുണ്ട്, ഭയങ്കര റാഹത്തിലുണ്ട്. റോഡുമ കിട്ടുന്നതിനേക്കാളും റാഹത്ത് കിട്ടുന്നവരുടെ അവിടെ നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്. ഇങ്ങോട്ടൊന്നും അവിടൊന്നുമില്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് അമൽച്ച് ഗഫ്ലത്തിന്റെ മാഹോലിലേക്ക് പോകാതെ, ഗഫ്ലത്തിന്റെ മാഹോലിലേക്ക് പോകാതെ. അതുകൊണ്ട് ലൈലത്തുൽ ജായിദ ഒരു വലിയ സ്വർഗങ്ങളെ തുറന്ന് അലങ്കരിച്ച് റെഡിയാക്കി ഉമ്മത്തെ മുഹമ്മദിയനെ കാത്തിക്കാണ് അള്ളാഹു മലക്കുകളും. എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. എന്നുവെച്ചാൽ പെരുന്നാളിന്റെ രാമ എന്ത് ചോദിച്ചാലും. അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ നമ്മൾ വേണ്ടേ? വേണം. പെരുന്നാളിന്റെ അന്ന് നമ്മളെ പാവങ്ങളൊക്കെ കൊടുക്കും. അന്ന് നമ്മള് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. നമ്മളെ മെയിൻ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് പാവങ്ങൾ പൊറുക്കുന്നത്. പാവങ്ങൾ പൊറുത്താൽ നമ്മൾ രക്ഷപ്പെടുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അതിനു വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തക്ബീറാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തി. തക്ബീറൊക്കെ ഒറ്റ കുറവായിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ പെരുന്നാൾ പറഞ്ഞാൽ ഫുള്ള് തക്ബീറാണ്. പള്ളിയിൽ നിന്ന് തക്ബീർ ഉണ്ടാവില്ല, മുറിഞ്ഞില്ല. നമ്മളൊക്കെ കുട്ടികളുടെ കാലത്ത് ഇങ്ങനെ ഇശായിന് കുറേ കഴിഞ്ഞ് തക്ബീർ ഉണ്ടാവും. ആ തക്ബീർ കേട്ട് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നീക്കുമ്പോൾ എന്താ കേൾക്കുക? തക്ബീർ. ഇന്ന് തക്ബീരേ ഇല്ല പള്ളി. നാളുകൾ ഒന്നിനു നേരെ എല്ലാ കാര്യത്തിലും വിലയുന്നുണ്ട്. ആജുമാരില്ല തെൽബിയത്തില്ല. ഉമ്രൊക്കെ പോണാളെ ഞാൻ ഫോണെ കുറിച്ച് വെക്കാൻ വേണ്ടി ഇങ്ങനെ തെൽബിയത്തില്ല. മറ്റേ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റിൽ തെൽബിയത്തുണ്ടാവും, എയർപോർട്ട് തെൽബിയത്തുണ്ടാവും. ഒരു തെൽബിയത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം ഓർമ്മവും. അതുകൊണ്ട് അള്ളാഹുവിന് തക്ബീർ ചെല്ലണം. പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം.
ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മാസം കണ്ടതിന് ശേഷം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. മുന്നേ കൊടുത്ത് ചേർത്തിട്ട് വീടാതെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ചെയ്യും എപ്പോഴും അഫ്ളൽ ചെയ്യലാണ് നല്ലത്. ചെറിയ റിസ്ക് എടുത്താലും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് ഇസ്ലാമിന്റെ ഒരു മറ്റ് സക്കാത്തുകളെ പോലെയല്ല. മറ്റ് സക്കാത്തിലൊക്കെ നിസാബ് പൂർത്തിയാണ്. നിങ്ങൾ കുറച്ച് കയറിക്കോ, ഉറങ്ങുന്നുണ്ട്, കുറച്ചും ചേർന്നുണ്ട്. മറ്റ് സക്കാത്തിനെ പോലെ അതിന് നിസാബ് പൂർത്തിയാവണം. എത്ര സ്വർണത്തിന്റെ എത്ര വെള്ളിന്റെ ഒക്കെ ആണ്. ഫിത്ർ സക്കാത്തിന് ആകെയുള്ള നിയമത്തിലേ ഉള്ളൂ. അന്നത്തെ രാവും പകലും അവനും അവന്റെ കുടുംബങ്ങൾക്കും കഴിയാനുള്ള എന്തെങ്കിലും ഉണ്ടായി അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ അയാൾ എന്ത് കൊടുക്കണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എന്നുവെച്ചാൽ പെരുന്നാളിന്റെ അന്നത്തെ രാത്രിയും അന്നത്തെ പകലിനും അയാൾക്കും അയാളെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും കഴിഞ്ഞു കൂടാനുള്ള വക ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അതില്ലാത്ത ആരുണ്ടാവുക? വളരെ കുറഞ്ഞാണെങ്കിലും ഉണ്ടാവും. ഇത് സത്യത്തിൽ കുറെ ആൾക്കാർക്ക് മെയിൻറ്റാക്കണം. ഇതാണ് ശരിക്കും ഈ റമദാന്റെ കവറിന്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പ്. ഏത്? ഫിത്ർ സക്കാത്തിന്റെ സ്റ്റാമ്പാണ്. ആ സ്റ്റാമ്പ് ഉണ്ടെങ്കിലേ അത് പോവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ അവിടെ പെൻഡിങ്ങിലുണ്ടാവും, മൗഖൂഫാവും. ഇത്ര നേരത്തെ നോമ്പ് വെച്ചിട്ട് എന്തിനാ മൗഖൂഫാക്കുന്നത്? അതാണെങ്കിൽ നിന്നുപോകും. അതിന്റെ കാര്യത്തിൽ പിന്നെ തീരുമാനം പെൻഡിങ്ങിലുണ്ട്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് എന്തായാലും കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം എന്നറിയുന്നത് ഫിത്ർ സക്കാത്ത് സ്വന്തത്തിന് കൊടുക്കണം. പിന്നെ ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ കൊടുക്കണം. പാപ്പക്കും ഉമ്മക്കും നമ്മളാണ് ചെലവ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കണം, ഭാര്യക്ക് കൊടുക്കണം, ആരൊക്കെയല്ലേ. ഇന്ന് രാത്രിയാണ് മഗ്‌രിബോട് കൂടി ശവ്വാലാകുകയാണെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് ജനിച്ച കുട്ടിക്കും എന്ത് കൊടുക്കണം? ഒരു കുട്ടിയുടെ 6 സംതിങ്ങിന് എന്തായി ജനിച്ചാൽ അങ്ങോട്ട് വന്നിട്ടേ ഭൂമിക്ക് അപ്പോൾ എന്ത് കൊടുക്കണം? വഴി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ചെറിയ കുട്ടിക്ക് വരെ കൊടുക്കണം. മാഷാഅല്ലാഹ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. എന്നാലും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്തോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്നാൽ പെരുന്നാളിന്റെ ദിവസം ഒരു വീട്ടിൽ എന്തുണ്ടാവരുത്? പട്ടിണിയും കഷ്ടപ്പാട് നൽകാൻ. ഇന്നലെ നോമ്പായിരുന്നു, ഒരു മാസം നോമ്പായിരുന്നു. ഇന്നും ആ വീട് എന്താൻ പറ്റില്ല പറയുകയും നോമ്പ് പോലെ ആവാൻ പാടില്ല. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവണം. അതുകൊണ്ട് അള്ളാഹു വെച്ച് തർത്തീബാണ് ഫിത്ർ സക്കാത്ത്. അത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് എന്താ കൊടുക്കല്? കൂത്തിൽ വലതാണ്. നാട്ടിൽ അവർ കഴിക്കുന്ന ആഹാരമാണ്, സാധാരണ കഴിക്കുന്ന ആഹാരമാണ്. എന്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്തിന് കൊടുക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ്, രൂപി വാങ്ങുന്നതൊക്കെ ഗോതമ്പ് കൊടുക്കണം. പിന്നെ പലതും കൊടുക്കാം. ജബീബ്, ഉണക്കമുന്തിരി, അത് കൊടുക്കാം അതിൻ്റെ നാടുകളിൽ. അപ്പൊ അത് കൊടുക്കണം. നമ്മൾ സാധാരണ കൊടുക്കലുണ്ട്. എന്താ കൊടുക്കല്? അരി കൊടുക്കും. ഒരു സാധാ അരി വാങ്ങിയിട്ട് അത് കൊടുക്കണം. ഇപ്പൊക്കെ ആർക്കെ പാവങ്ങൾക്കാ കൊണ്ടുപോയി കൊടുക്കല് അല്ലേ? പാവങ്ങളും കാടുന്ന കളർന്ന പിങ്കോ ഏറ്റവും താഴെയുള്ള കാട് ഏതാ? പച്ച, മഞ്ഞ. മഞ്ഞി, പിന്നെ അതിന്റെ മുകളിൽ ചുവപ്പ്, പിങ്ക്. പിങ്ക്. അപ്പൊ ഈ 2 കാടുകാർക്കൊക്കെ അത്യാവശ്യം എന്തുണ്ടാവും? അതിനുണ്ടാവും. ഓരോ അത്ര താഴ്ന്നതായത്, അത്ര ബലഹീനമായി സാമ്പത്തികമായത് കൊണ്ടാണ് ഈ കാട് കൊടുക്കുന്നത്. ഏത്? നമ്മള് കൊണ്ടുപോയെടുക്കല് എന്താണ്? ഈ അരിയാണ്. ഏതരി? ചിലര് റേഷൻ പീടിയിൽ അരി തന്നെ വാങ്ങില്ല, റമദാനായ വാങ്ങും. എന്നാലും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ചില റമദാൻ തൊട്ട് ഒരു മുമ്പത്തെ മാസം വാങ്ങിക്കും, 2 മാസമൊക്കെ വാങ്ങിച്ചിട്ട്. അത് ഈ പാവപ്പെട്ട വരവുണ്ടായാലും എന്താണ്ടാകുക? നിങ്ങൾ വരും. കൊറോണയ്ക്ക് ഒരു വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ അരി കൊണ്ട് കിട്ടും. ഒരു ഉമ്മ മാത്രമേ വയസ്സേ. അതുകൊണ്ട് എവിടുന്നപ്പോ ഇതെന്താണ് മോനെ? ഇത് അരിയാണ്. ആ സിറ്റൗട്ടിൽ അങ്ങനെ വെച്ചു. ഇനി അവിടെ നിൽക്കിട്ട മോനെ.
എന്നാ വല്യമ്മണ്ട് 2 ചാക്ക് വലിച്ചു കൊണ്ടുവരുന്നു, എടുക്കാനൊന്നും എന്നോടാവില്ല, വലിച്ചു കൊണ്ടുവന്നിട്ട് ഏതായാലും കൊടുക്കല്ല, ഇതും കൂടി കൊടുത്താലാണ് ഏത്. കാരണം അതിന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ആയിരിക്കും. ഓട്ടോറിക്ഷയിലൊക്കെ ഉണ്ട് റേഷൻ കടയിൽ എന്ത് ചെയ്ത് വലിയമാരൊക്കെ കൊണ്ടുപോയി അത്ര അരിയുണ്ട്. ഓൽക്കന്നെ നമ്മൾ എന്തുകൊണ്ടേ കൊടുക്കണേ, ഈ അരിനെ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്താ അതിന് കഥ. ചിലപ്പോൾ 5 എണ്ണം കൊണ്ടേക്ക് വരാം. അതുകൊണ്ട് പോയി നമ്മളൊന്നും കൂടി കടന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് നിർബന്ധമായ കാര്യം നല്ലത്, നിർബന്ധമായ കാര്യം നല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും പ്രായോഗികമായി അള്ളാഹുവിന് തൃപ്തി കിട്ടുന്ന കാര്യങ്ങളിൽ ചെലവഴിക്കലാണ്. എന്ത് കടമ തീർക്കാൻ വേണ്ടി ചെലവഴിക്കൽ അതൊരു കാര്യമാണ്. മോനെ പറലിലും ആ കുറ്റത്തു നിന്നൊക്കെ എന്താവും, ഒഴിവാകും. സത്യത്തിൽ പെരുന്നാളിന്റെ നമ്മുടെ നാട്ടിൽ എന്താ വെക്കല്, നമ്മുടെ നാട്ടിൽ സുലഭമായി വെക്കുന്നത് ബിരിയാണി വെക്കും, അല്ലെങ്കിൽ നെയ്ച്ചോറ് വെക്കും, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളെ വെക്കും. അപ്പൊ നമ്മൾ ഏതായാലും അരി കൊടുക്കുകയാണ്. അരി കൊടുക്കുമ്പോൾ ഒരു ബിരിയാണി വെക്കാൻ പറ്റുന്ന അരി കൊടുത്താൽ എന്താ കുഴപ്പം? മറ്റേ അരി കിട്ടിയവർക്ക് ഇടങ്ങേറാണ്. ഏതരി കൊണ്ട് ഏതായാലും ഓല പെരയിലെന്താ ചെയ്യുക? അതുകൊണ്ട് ഞാൻ നമ്മുടെ കൊടുത്തിട്ട് എന്താ കാര്യം? നേരെ മറിച്ച് ഇങ്ങനത്തെ അരി കൊടുത്ത് ബിരിയാണിന്റെ അരി എടുക്കും, അവർക്ക് എന്തേക്കും പറയുകയും അവർക്ക് റാഹത്തേക്കും ഒരു സന്തോഷിക്കും. മാഷാല്ല, ഒരു സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. മറ്റേ അരി ഏതായാലും കൊണ്ടുവന്നില്ല, മുടക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിക്കണേ. ഒരുപാട് ചാക്കിലാക്കിയിട്ട് വേറെ ആർക്കെങ്കിലും അവരുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ അരിയുണ്ട്. നമ്മളെ മൊത്തം മഹാന്മാര് കൊടുത്ത കുറേ അരികളുണ്ടാവും. ഓർക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ അരി ഉണ്ടാവും. അപ്പൊ നിങ്ങളാരെങ്കിലും കൊണ്ടേക്കൂടെ കുടുംബക്കാർക്കൊക്കെ അത് കൊടുത്ത് എന്ത് ചെയ്യലാണ്, വിടലാണ്. അത് മാറി നമ്മൾ പ്രായോഗികമായി പറ്റും. ചെറിയ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ വ്യത്യാസം ഉണ്ടായി അള്ളാഹ് കൊടുക്കണേൽ എന്താണ്? അതുകൊണ്ട് നിങ്ങളൊന്ന് മാറി ചിന്തിച്ചാൽ നന്നായിരിക്കും. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുക, ഈ അരി കൊടുത്താലേ എന്താ ഉള്ളൂ, പിതൃസക്കാത്ത് വീടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓർക്ക് വേണ്ടി പറയുന്നില്ല, അങ്ങനൊന്നുമില്ല. എന്ത് കൊടുത്താൽ മതി? അന്ന് തിന്നുന്നതേ കൊടുക്കുക. അന്നത്തെ ഭക്ഷണമാണ് കാര്യമായിട്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. പെരുന്നാളിന് 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നോമ്പ് പറ്റി പട്ടിണി നടന്നവർക്ക് പെരുന്നാളിന്റെ എന്തൊന്നും തിന്നാൻ കിട്ടിയില്ല എന്നല്ലേ. ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് മനസ്സിലാവില്ല. കാരണം നമ്മള് അല്ലാഹ് അൽഹംദുലില്ലാ ദാരിദ്ര്യം, നമ്മൾ ഗ്യാസ് കണ്ടൊന്നും കിട്ടാതെ തന്നെ നമ്മളെ കഥ, നമ്മളെ ഗ്യാസ് കഴിഞ്ഞു. വിറകെടുക്കാൻ കത്തിക്കൊക്കെ ചെയ്ത് ആൾക്കാർ അന്തം വിട്ട് ബേജാറായി വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ഗ്യാസ് കുറ്റിക്കൊക്കെ അടിയൊക്കെ ഉണ്ടാക്കിയാണ്. നമുക്കിതൊന്നും അറിയില്ല. പഴമക്കാർ അവർക്ക് ഭക്ഷണം അത്ര പ്രശ്നമുണ്ടായ ഭക്ഷണം, ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാൻ അരിയില്ലാതെ നിന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ആളുണ്ടാവും. അപ്പൊ ഇസ്ലാമിന്റെ ഈ നിയമം അത്ര വൃത്തിയുള്ള നിയമമാണ്. 30 ദിവസം പട്ടിണി കിടന്നവർക്ക് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പാടില്ല, പട്ടിണി കിടക്കണം. അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? മഗ്‌രിബ് മുതൽ, മാസം കണ്ടത് മുതൽ ഇമാം മിമ്പറിൽ കയറുന്നതിനും കൊടുക്കണം. ഇമാം മിമ്പർ കയറാൻ നല്ല രാവിലെ തന്നെ കയറൂലേ. അപ്പൊ ഇതിനവർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം? അല്ലാണ്ട് നിങ്ങൾ വൈകുന്നേരം നാളെ ഒന്നും കൊടുത്താൽ പോരല്ലോ, ഈ സമയത്തിനുള്ളിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അത് കൊടുക്കണം. നല്ല അരി കൊടുക്കണം. അരി കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കൊടുത്താലേ അത് ക്യാൻസൽ ആവില്ല. ചില ആളുടെ അരിന്റെ കൂട്ടത്തിൽ കൂടി കൊടുത്താലും ഉള്ളിയത്ത് കേട്ടല്ല, ഇതൃതകാത്ത് അതിന് ഡിലീറ്റ് ആയി പോകുന്നില്ല. അതിന്റെ കൂടെ ഒരു നെയ്യിന്റെ വേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വേറെ എന്തെങ്കിലും സാധനം കൊടുത്തിയാച്ചിട്ട് ഒരു കൊടുത്തത് ഏറിനതിന് പേരിൽ ഒരു കുഴപ്പമില്ലാത്ത ദീനാണ് ഏത് വേറെ. നമ്മൾ അതൊക്കാത്ത് 3 ലക്ഷം റുപ്യാണ് കണക്കൂട്ടി കിട്ടി, ഒരാൾ 3.5 ലക്ഷം റുപ്യ എടുത്തു. അത് പറ്റൂല. ടാക്സ് ടാലി ചെയ്തിട്ട് അങ്ങനെ ഇവിടെ ഒരു ടാലിയൊന്നും ഇല്ല. ആ കാര്യത്തിൽ എത്ര ആണെങ്കിലും കൊടുക്കുക, കുറയരുത് എന്ന് മാത്രം. അന്നമാതിരി നമുക്ക് ഒരു കുറച്ചെന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, റാത്താക്കാൻ പറ്റും. മാഷാ അല്ലാഹ് കഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. പെരുന്നാൾ അവരും സന്തോഷിക്കണം. പല കുടുംബങ്ങളും പല കോലത്തിലോട്ട് പോയി നമുക്കറിയാൻ പറ്റില്ല. നമ്മളൊക്കെ നമ്മളെ അയൽവാസിനെയും നമ്മളെ പെങ്ങന്മാരെ നമ്മളെ കുട്ടികളെയും മാത്രം നോക്കിയിട്ട് ലോകം മൊത്തം എങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ പറ്റുമോ? ഒത്തിരി നടക്കുന്നവരും പ്രയാസപ്പെടുന്നവരും കടങ്ങളിൽ കുടുങ്ങിയവരും രക്ഷണം പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും.
അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ അറിയും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ വീട്ടിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം. പെരുന്നാളിന്റെ ഒരു ദിവസമല്ലേ, സന്തോഷിക്കണതല്ലേ. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കും. ഞാനൊരു ആലിമിന്, നമ്മുടെ അയൽരാജ്യത്തുള്ള ഒരു ആലിം, അദ്ദേഹത്തിന്റെ ഒരു സംസാരം വളരെ മുമ്പ് കേട്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇത് കൊടുക്കാം, ഗോതമ്പ് കൊടുക്കാം, അരി കൊടുക്കാം, ഇത് കൊടുക്കാം, ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫിഖിന്റെ കിതാബുകളിൽ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അതിൽ മുന്തിരി, എന്ത് റബി, ഉണക്കമുന്തിരി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ അളവിൽ, എത്രയുടെ അളവ്? ഒരു സായ്. എത്ര? ഒരു സായ്. ഒരു സായ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. എത്ര മുദ്ദ്? 4 മുദ്ദ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു സീതാ ലെവലുള്ള ഒരാൾ, മറ്റേ ചെറിയ കൈയുള്ള ആളല്ല, വലിയ കൈയുള്ള ആളല്ല, ഒരു മുഅ്തദിൽ, ഒരു മാന്യമായ, നമ്മൾ സാധാരണ ഇതിലുള്ള അങ്ങനെയുള്ള ഒരാള് ഒരു കൈ 2 കൈ ചേർത്ത് എടുത്ത് കൊടുക്കണതാണ് എന്ത്? ഒരു മുദ്ദ്. ഇതിന്റെ അളവല്ല, അത്ര കൊടുക്കണം ഫിത്ർ സക്കാത്ത്. അതിന്റെ അളവതാണ്. അപ്പൊ ആ കാര്യത്തിൽ അവരൊക്കെ ഇന്ന് മുതൽ ആൾക്കാർ ചോദിച്ചു കൊടുക്കും, എന്ത് ഫിത്ർ സക്കാത്ത് എത്രയാണ്, ഫിത്ർ സക്കാത്ത് എത്രയാണ്. ഞാൻ അതിനൊരു മറുപടി പറ്റിച്ചു. എന്താണ് പറഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലത്തേനേക്കാൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതേ കണ്ടീഷനിൽ നിന്ന് തുടർന്നത് ഭരണമാറ്റത്തിന്റെ പേരിൽ അതിനെന്ത് വന്നിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. നമുക്ക് വരുമ്പോ എന്ത് ചെയ്യാം അറിയാം, അത് പഴയതാണ്. കാരണം ഭയ എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഞാനും അതേമാതിരി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞെല്ലാം കൊടുത്ത് നമുക്ക് ഓർമ്മയിലേക്ക് എനിക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ നമ്മളെന്തോ സ്വപ്നത്തിൽ ജീവിക്കാന്നല്ല അതിനർത്ഥം. പിന്നെ ചിലർക്ക് അറിയാം, നാലോട്ട് എന്ത് ചെയ്യും, ഒരു 2 മണി കുറഞ്ഞിരിക്കാലോ എന്നുള്ള 2:50 എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചു വരുന്നതാണ്. അധികത്തിന്റെ പീഡകാരാണ് അതിന്റെ കണക്കെന്ത് ചെയ്തേക്ക് കൈകാര്യം ചെയ്ത്. അമ്മായി കുറച്ചേറെ വാങ്ങിപ്പോയി, അധികം എന്തില്ല, 655 പോയിന്റ് എന്നൊക്കെ കൂട്ടുന്ന കളറിൽ അതിൻ്റെ ഒരു ഫുൾ ഫിനിഷ് ആകുന്ന ഒരു ഇതില്ലേ, 3 കിലോന് അങ്ങനെ 3 കിലോന് അത് വെച്ച് കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് അത് കൊണ്ടുപോയി കൊടുക്കണം. അതിന് അർഹരായ ആളുകൾ ആ കാര്യം മാറ്റി. ഫിത്ർ സക്കാത്ത് ഏറ്റവും അർഹമായ ആളുകൾക്ക് കൊടുക്കണം. ഇന്ന് സാധാരണ എന്താ ചെയ്യുക പറഞ്ഞാൽ, ഒരു പെരേന്ന് ഒരു ഫിത്ർ സക്കാത്തിന്റെ അരിന്റെ കവറൊന്നുണ്ടാവും. പിന്നെ അടുത്ത പെരേന്ന് വരുമ്പോൾ പറയുന്ന അതിജി കൊണ്ടുപോയി നമ്മളെ ഫിത്ർ സക്കാത്തുണ്ട് ഈ കവർ 2 കവറാണ് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കല്ലുകൾ കളിക്കണമെന്നില്ല. അപ്പൊ ഇതിന് അർഹരായ ആൾക്കാരെ കൊണ്ടെത്തിക്കണം. തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കാന്നുള്ളതല്ല. ചില ആൾക്കാരുടെ ഫിത്ർ സക്കാത്ത് നമുക്ക് തിന്നില്ല എന്ന് കച്ചറുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അർഹരായ ആൾക്കാർക്ക് കൊടുക്കുക, പാവങ്ങൾക്ക് കൊടുക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിലെ എല്ലാവർക്കും ഉള്ള ആ സംഗതി അളന്ന് കൃത്യമായി ജുമാക്ക് മുമ്പായിട്ട്, നമസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കണം. പിന്നെ പെരുന്നാളിന്റെ ദിവസം മനുഷ്യർ ചെയ്യാനുള്ള, നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇസ്തിഗ്ഫാറാണ്. ആ കാര്യങ്ങൾ അമലുകളിൽ അന്ന് മോശമായി പോയത്. ജമാഅത്കാർക്ക് കളയരുത്. ളുഹറിന്റെ മാറ്റ് മിക്കവാറും നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ളതാണ് പെരുന്നാളിന്. അതിന്റെ കാരണം എന്താ? ഒരു നിസ്കാരം കഴിഞ്ഞ് വന്നതാണ്. ഏത് വഴി? പെരുന്നാൾക്കാരാണ്. നമുക്ക് ആകെ കുറച്ച് 5 നിസ്കാരമല്ലേ ഉള്ളൂ. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എങ്ങനെ? അപ്പൊ ഈ പെരുന്നാൾക്കാരെ അറിയാതെ എന്തിന്റെ മൈല ഒരു ജുമായ കൂടിയ ഒരു പ്രതീതിയിലുണ്ടായില്ല. അതിനിടയിൽ ളുഹറാൻ കൊടുക്കണമെന്നും ചിലപ്പോൾ കടന്ന് ഉറങ്ങും ചെയ്യും. അതുകൊണ്ട് വഴി ഒന്നാമത്തെ ദിവസം നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനം എന്ത് ചെയ്യരുത്. അതിന്റെ ഉദ്ഘാടനം ജമാഅത്ത് ഒഴിവാക്കണതിന്റെ ഉദ്ഘാടനം തന്നെ എന്ന് പെരുന്നാൾ അത് ചെയ്യരുത്. മൊത്തത്തിൽ പിടിക്കണം. ജമാഅത്ത് നിസ്കരിക്കണം. നല്ലപോലെ കുളിക്കുക. പെരുന്നാളിന്റെ കുളി സുന്നത്തായ കുളിയാണ്. കുളിച്ച് പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ, ഈദ്ഗാഹിലേക്ക് പോകാൻ. ഭക്ഷണം കഴിച്ചിട്ട്. കാരണം അന്ന് നോമ്പിന്റെ കുളത്തിൽ എന്ത് ചെയ്യരുത്, അന്ന് ഭക്ഷണം കഴിക്കുന്ന സുന്നത്താണ്. കണ്ടോ? തിന്നണേയും എന്ത് തരാണ്? കൂലി തരാണ്. ആർക്കാണ് അന്ന് സുന്നത്തില്ലേ?
അതിന് മുമ്പ് നോമ്പ് പറ്റും. ഞാൻ അതൊന്നും കണക്കല്ലേ. അവനല്ല പരിഗണിക്കുന്നു. ഇത് തിന്നിട്ട് പള്ളിക്ക് വന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പള്ളിക്ക് പോകണം. അതിന് ആ തിന്നിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു റാജുള്ള തിന്നിട്ട് വേണേൽ നമ്മൾ ഒഴിവാക്കില്ലേ? നല്ലപോലെ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. എന്ത് ധരിക്കുക? എല്ലാത്തിനും നല്ലത് ധരിക്കുക. അത് എനിക്ക് മാപ്പാക്കി തരട്ടെ, നിങ്ങൾക്കും അത് മാപ്പാക്കി തരട്ടെ. വസ്ത്രത്തിൻ്റെ ഒന്നും അവസ്ഥ നമുക്ക് അറിയില്ല. ഞാനൊരു ആലിനോട്, ആലിനോട് ഒരു ഉറുദു പണ്ഡിതനുണ്ട്. ഞാൻ അയാളുടെ ചോദിച്ചു, ഒരാൾക്ക് എത്ര കുപ്പായം പറ്റുന്നു? ഇതിനോട് നിർത്തോ? എത്ര? 2 എണ്ണം കിട്ടോ? അവരെ പറഞ്ഞു തീ കറലോ 3 അടിക്കോ? മനസ്സിലായില്ലോ? ഇതിനോട് അതിനൊക്കെ എത്ര അവസരം ഉണ്ടായിരുന്നു? അപ്പം സത്യത്തിൽ എത്ര കുപ്പായം വേണ്ടി? 3 കുപ്പായം. 3 കുപ്പായത്തിന്റെ മുകളിലുള്ള അദ്ദേഹത്തിന്റെ കേട്ടോ. ഇത് ഞാൻ നിങ്ങളോട് വളരെ സൂക്ഷ്മതയോട് കൂടി പറയുന്നു. ഇത് എനിക്കല്ല, അതാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി ഞാൻ ആദ്യം ദുആ ചെയ്തതാണ്. കാരണം നമ്മളെ കാലത്തൊക്കെ നമ്മൾ കഴിഞ്ഞു കുപ്പായത്തോട് കുപ്പായാണ്. കാരണം ഈ യാത്രയും സാധനവും വെള്ളി ആയാലും സംഗതി തീരുന്നവർക്ക് നമുക്ക് തന്നാൽ പണിയൊന്നും നടക്കില്ല. അപ്പം കുപ്പായം കൂടുതൽ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ആരുള്ളത്. പിന്നെ ഇടയ്ക്ക് കുപ്പായത്തിൽ കുറച്ച് ചളിൻ്റെ ആൾക്കാർ എന്താ ചളി. ആപാക്കളുടെ കാലത്ത് പിന്നെ ചളിയൊന്നും പ്രശ്നമില്ല. കാരണം എന്താ, മരുഭൂമിയാണെങ്കിൽ പൊടി ഉണ്ടാവും. ഭയങ്കര സംഭവമായിരിക്കും. ഉമർന്ന് പറഞ്ഞില്ലേ, കടുപ്പുള്ള ഷദീദ് എന്ന ഭയങ്കര കടുപ്പുള്ള വെള്ളം. ഇല്ല യുറ അലി യാസർ സഫർ മൂപ്പരമേല യാസറിന്റെ അടയാളം കാണില്ല. ഭയങ്കര വെള്ളമാണ്. കാരണം അതാണ് അറബിയ നാട്ടിൽ എന്ത് ചെയ്യില്ല, പറ്റുക അതിലുണ്ടാവില്ല. കാരണം ഫുള്ള് കൂടി ഉദാനല്ലേ. അപ്പൊ അതാരാ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം. ലാ യുറ അലൈഹി അസർ സഫർ, യാസറിന്റെ അടയാളം അയാളെ കാണാനില്ല. ഞങ്ങളിൽ ആരും അയാളെ അറിയില്ല. ഇവിടുന്ന് നിങ്ങൾ കുപ്പായം മാറി വന്നൊന്നല്ല, അയാൾ യാത്ര ചെയ്ത് വരികയാണ്. എന്നാൽ അയാൾ കുപ്പായത്തിന് എന്തുണ്ടാവണം? പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടുകാർക്ക് പറയാം, ഈ ജീപ്പൊക്കെ പോണ എന്തില്ല, കട്ടർ റോഡിൽ കൂടെ ജീപ്പ് പോണേ ഒരു കാലഘട്ടം ഉണ്ടായില്ലല്ലോ. ആ കാലഘട്ടത്തിൽ ആ ജീപ്പിൽ കയറി ഇരുന്നാൽ മതി, എന്താവും? ആ കുപ്പായത്തിലൊക്കെ ജോബായില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടാവും. അവിടെ അദ്ദേഹം പറഞ്ഞ 3 കുപ്പായം ആണെങ്കിൽ വെച്ചോളി. അതിന്റെ അപ്പുറത്തേക്കൊക്കെ ആലോചിക്കേണ്ട കേസാണെന്ന് അറിയുന്നത്. പിന്നെ എന്റെ സ്വഭാവം കാരണമായിരിക്കും എല്ലാവരും നമുക്ക് അടുപ്പത്തിൽ പറഞ്ഞില്ല. സത്യത്തിൽ അത്രയൊക്കെ ഉള്ളു പോയി. ഞങ്ങളാണെങ്കിൽ എന്നും കുപ്പായം എടുക്കല. കല്യാണത്തിന് ഒരു കുപ്പായം, തക്കാത്തിന് വേറെ കുപ്പായം, കല്യാണത്തിന് എല്ലാവരും ഒരു കുപ്പായം, ഒരു കളറ്. ഇതിലല്ലേ കുട്ടിയൊക്കെ ഒരു കളറ്, വാപ്പാർക്ക് ഒരു കളറ്, ഒക്കെ എല്ലാവരും യൂണിഫോമിറ്റി. ഇതിലല്ലേ ഡ്രസ് കോഡ്. എന്തൊക്കെ ചെങ്ങൈമാരുണ്ടാക്കി കൊണ്ടുവരുന്നത്. അതിന് മുഴുവൻ എന്നാ മറ്റേ സഹോദരന്മാർക്കൊന്നും ആയി ഡ്രസ് കോഡൊന്നുമില്ല. ഓരോ പാകത്തിൽ കല്യാണത്തിന് നമ്മളുടെ ടീം അത് ഇസ്ലാം മറ്റു കൂടുതലാന്ന് തോന്നുന്നു. പൈസന്റെ വറ്റുത്തെന്ന് പറയുന്നത് ഇന്നലെ പൈസന്റെ കുത്താണ്. പൈസ ഇല്ലാരും എന്നാലും എന്ത് ചെയ്യും? മറ്റോടെ കല്യാണത്തിന് പോലും ഇങ്ങനെ കറുപ്പും വെള്ളി അടിക്കും. നമ്മൾ ചേച്ചി എന്താക്കാൻ പറ്റില്ല, മോശമാക്കാൻ പറ്റില്ല. എന്താ കട്ടെത്തുന്നുണ്ടാവും? അവൻ നമുക്ക് ഡ്രസ്സ് എടുക്കൽ എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. എപ്പോഴും ഡ്രസ്സാണ്. പഴമക്കാരൊക്കെ ഇതിലുണ്ടാവും. ഓർക്കൊക്കെ അറിയാം, പെരുന്നാളിനൊരു പുതിയ കുപ്പായം എടുത്ത് കൊണ്ടുവന്നുണ്ടാവും. ആ കുട്ടിയൊക്കെ കാണിച്ചിട്ടില്ല. അതൊരു വലിയ സംഭവമാണ്. പെരുന്നാളിനൊരു പുതിയ കുപ്പായൊക്കെ ഇടുന്നതാണ്. ഇപ്പം എന്നും പുതിയ കുപ്പായം. അതുകൊണ്ട് ഈ നബിതന ശാസനങ്ങൾ പുതിയതിൽ സുന്നത്തായിരുന്നെങ്കിൽ നബിതന ശാസനം തങ്ങൾ 23 കൊല്ലം നുബുവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുങ്ങിയതൊരു 46 കുപ്പായമാണ്. ചെറുനാക്കൊരു കുപ്പായം, വലിയനാക്കൊരു കുപ്പായം. ഇനി ചെറുനാൾ കൂട്ടിയില്ലെങ്കിൽ 23 കുപ്പായെങ്കിലുമാണ്. നബിതന ശാസനം ആകണ്ടായി എത്ര കുപ്പായം? ഒരു കുപ്പായം, ചിലപ്പോൾ 2 കുപ്പായം. അപ്പൊ നല്ലതിൽ നല്ലതിനല്ല, നല്ല വസ്ത്രമൊക്കെ തേച്ച് ആക്കി ഉള്ളതിൽ നല്ലതില്ല. എന്നിട്ട് നമ്മൾ വാങ്ങണ പൈസനോട് വേറെ ആർക്കെങ്കിലും നീ കൊടുക്കും.
നമുക്ക് ഈ ആഹാരം നിശ്ചയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പൈസ കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വയലിട്ട് ഓരോരുത്തർ നിർബന്ധമല്ലെന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഹാരത്തിനെ പറ്റി ബോധമില്ലേക്കാണ്. സഹാബക്കൊക്കെ പക്ക ബോധമാണ്. ഞങ്ങൾ തിന്നില്ലെങ്കിലും ആരുന്നട്ടെ മറ്റുള്ളവർ തിന്നട്ടെ. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു നിർദ്ദന ശാസനങ്ങൾ മുസ്ലിം നബിയിൽ ഒരാൾ വന്നത് പറഞ്ഞ് എനിക്ക് വിശക്കുന്നുണ്ട്. നിർദ്ദന ശാസനം തങ്ങളെ വീട്ടിൽ ആദ്യം അയച്ചു ആളെ. നിബന്ധന ശാസനം തങ്ങളെ വീട്ടിലേക്ക് ആദ്യം അയച്ചു. ഒരു തക്കാത വന്നാലും മറ്റുള്ളവരുടെ തലയൊക്കെല്ല വെക്കല് നമ്മളോട് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമ്മമാർക്ക് ഇത് അറിയുന്നില്ല. ഇമാമ്മമാര് കാലം പണിയാണ്, കാരണം നാട്ടുകാരെ പണിയാണ്. അല്ലല്ല, ഇമാമിന്റെ പണിയാണ്. ആദ്യം തക്കാതല്ല ഇമാമിന്റെ അടുത്തേക്ക്. ഇമാമിനെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഇമാമ നോക്കണം. എന്നിട്ട് ആളുകളുടെ ഇടയ്ക്ക് അയാളെ യാചിക്കാൻ വിടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഊരിലാണ് അയച്ചത്. തങ്ങൾക്കറിയാ എന്ത് അറിയുമായി അവിടെ ഇങ്ങനെ പത്തിലൊക്കെ ചുറ്റിച്ചുണ്ട് എന്നൊന്നും വിചാരിച്ചിട്ടല്ല. നിർദ്ദങ്ങൾ എന്തെങ്കിലും ഞാൻ പോകുന്നതിന് ശേഷം ആരെങ്കിലും അതിയെ മറ്റെന്തെങ്കിലും അവിടെ കൊടുത്തയച്ചിട്ടുണ്ടാവുമല്ലോ, അതിനാണ് അങ്ങോട്ട് അയച്ചത്. അവിടുന്ന് മറുപടി സുബാനല്ല, അവിടെ ഒന്നുമില്ല. അപ്പൊ നിർദ്ദങ്ങൾ ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടാണ്? ഇത് നിർദ്ദങ്ങളെ രീതിയായി. അവിടെ ഭയങ്കര പൈസക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അറിയാവുന്നുണ്ട്. അവർക്കൊന്നും നിർദ്ദങ്ങൾ വേരിൽ ചോദിച്ചില്ല. നിർദ്ദങ്ങൾ ഇങ്ങനെ പറയും, ആരാണ് ഇന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്? അവർ സഹാബി അൻസാരി സഹാബി കൂട്ടിക്കൊണ്ടേ വീട്ടിലെത്തി പറഞ്ഞത് നിർദ്ദങ്ങൾ ശാസനങ്ങൾ അതിഥിയാണ്. ആരാന്നൊന്നും ഇദ്ദേഹത്തിനും അറിയില്ല. പള്ളിയിൽ നിർദ്ദങ്ങൾ ശാസനങ്ങൾ ഏൽപ്പിച്ച ആളാണ്. നിർദ്ദങ്ങൾ ശാസനങ്ങൾ അതിഥിയാണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും മറച്ചു വെക്കരുത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, സഹാബി വനിത പറഞ്ഞു, വലിയ മവാന ഇവിടെ നമുക്ക് എന്തായാലും പട്ടിണിയാണ്, നമ്മളെ കുട്ടികൾക്കുള്ള അല്പം ആഹാരം ഉണ്ട്, അത് നമുക്ക് എന്താ കാട്ടുന്നത്? കുട്ടികളെ ആഹാരം കഴിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ വേണമെങ്കിൽ പറഞ്ഞു ഓർക്ക്, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ ഓർക്ക് എന്നിട്ട് ഈ അതിഥിക്ക് ആഹാരം കൊടുക്കണം. ആയിക്കോട്ടെ എന്താണ് നിങ്ങൾ കുട്ടികൾ ഉറങ്ങി. അതും കുറച്ചേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിളക്കിന്റെ തിരി അന്നാക്കാണെന്നെങ്കിൽ നീ വിളക്ക് അണക്കണം. ഞാൻ അയാളെ കൂടെ തിന്നുന്ന പോലെ അണിയും കാണിക്കണം. അദ്ദേഹത്തിന് കഴിക്കാനേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് കഴിപ്പിച്ച് ഇഷ്ടത്തിൽ ഒന്നും അറിയാതെ അദ്ദേഹം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾ ഒറ്റക്കൊന്ന് ആലോചിക്കുന്നു. നമ്മളെ സ്വന്തം കുട്ടികളെ പട്ടിണി എടുത്തിട്ട് നമ്മൾ പെണ്ണുങ്ങൾ തരുമോ? ചെയ്തേക്കുന്നു. എന്തെങ്കിലും കണ്ടത് എന്ത് കൊണ്ടുവന്നിരുന്നില്ല എന്ന് അങ്ങനെ ആദ്യം അതാ പറയുന്നത്. അങ്ങനെ അതിഥിനൊക്കെ കൊണ്ടാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോടെ കേൾക്കുന്നൊക്കെ ചെയ്തു. വലിയൊരു അതിഥി സൽക്കാരക്കാരൻ, കുട്ടികൾ പട്ടിണിയാണ്, ഞാനും എന്തായാലും പട്ടിണിയാണ്. പക്ഷെ അവിടെ നോക്കി ഒരു കച്ചറിയില്ല. കാരണം അവർ ലക്ഷ്യാഹ്ലാണ്. നമ്മളെ കുടുംബജീവിതത്തിൽ കുലുമാലുണ്ടാവുന്ന കാരണം ഭാര്യന്റെ ലക്ഷ്യം ദുനിയാവാണ്, ഭർത്താവിന്റെ ലക്ഷ്യം ഓളെ മാത്രമല്ല, നമ്മളെ ലക്ഷ്യം ദുനിയാവാണ്. ആഹൃത്തിന് വേണ്ടിയിട്ടല്ല നമ്മളെ ഭാര്യ നമ്മൾ കൊണ്ടെടുക്കണേ, നമ്മളെ ദുനിയാവിന്റെ താല്പര്യങ്ങൾ പൂർത്തിയാക്കാൻ കൊണ്ടെടുക്കാൻ. അപ്പം പിന്നെ അതിന് അങ്ങനൊക്കെ തന്നെ ഉണ്ടാവും. രാത്രി ഒന്ന് പറഞ്ഞു നന്നായിക്കോട്ടെ, അവർക്ക് നിങ്ങൾ ഒറ്റ കാണിച്ചൊക്കെ അവരെ മാനസികാവസ്ഥ അവിടെ എത്തിച്ച് അള്ളാഹുന്റെ നമ്മളിതിങ്ങനെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ ഇറിറ്റേഷൻ കളിക്കുന്നത് എത്രയാണ് ഇങ്ങനെ. ഇവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മളെ ലക്ഷ്യം ആഹ്റാവുക. അവൻ ജീവിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെടാതൊന്നും കുഴപ്പമില്ല, അവിടെ കിട്ടല്ലോ. ആ സ്ത്രീ പറഞ്ഞായിക്കോട്ടെ എന്താണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തേക്കോ അവനവന്റെ മക്കൾ സ്വന്തം പട്ടിണി കിടന്നിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യും. ഒരു പട്ടിണിക്കാരനായിട്ട് ചോദിച്ചു നമ്മൾ ചേർത്ത് ചെന്നാൽ കൊടുക്കും, അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യും. പക്ഷെ കുട്ടികളെ ഉറക്കുക. അപ്പൊ അല്ലാഹു തആല അതിനെ സെലക്ട് ചെയ്യും. ആ കുടുംബത്തിലെ രാവിലെ വന്നപ്പോൾ നിർദ്ദന ശാസ്ത്രങ്ങൾ പറഞ്ഞു, നീയും നിന്റെ ഭാര്യ ഇന്നലെ ചെയ്തതൊക്കെ എത്ര ഭയങ്കരമായി അറിയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് സ്വന്തം വടവുകൾ ഉള്ളതിനോട് കൂടി അവർ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നവരാണെന്ന് ആയത്ത്. അതായിരുന്നു സഹാബ. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വലിയ ഷൂസ്, വലിയ വസ്ത്രങ്ങളൊക്കെ എടുക്കണേ പറയുമ്പോൾ പുതിയ എടുത്തോളി, പുതിയ എടുക്കണം എന്ന് പറയും. ഇനി വലിയ വിലയുടെ എടുക്കുന്ന എടുത്തു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കി, ഏതെങ്കിലുമൊക്കെ വിധവണ്ടോ, ഏതെങ്കിലുമൊക്കെ എത്തീമുകളുണ്ടോ. ഇനി ഭർത്താവ് ഉണ്ടാവും, വിധവനേക്കാളും എത്തീമിനേക്കാളും നഷ്ടപ്പെട്ട മക്കളൊക്കെ കാണുന്നുണ്ടാവും. അവർക്ക് എന്തെങ്കിലും കൊടുക്കി സന്തോഷം ഉണ്ടാവും. വസ്ത്രങ്ങൾ എടുത്തു, മറ്റെന്തെങ്കിലും കൊടുക്കും.
അതുകൊണ്ട് എല്ലാത്തിനും നല്ല വസ്ത്രം ധരിക്കാം, നല്ല സുഗന്ധം പൂശാം, സുഗന്ധം നല്ല പൂശാം. വില നോക്കിയിട്ടല്ല എന്ത് സുഗന്ധം. അത് ദയവ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ചിലരുടെ ഒരു ചെറിയ 100 രൂപന്റെ കത്തില് അവിടെ തേച്ചാൽ അവിടെ തലവേദന കിട്ടും. ചിലർക്ക് തലവേദന ബുദ്ധിമുട്ടും. എല്ലാവരും ഒരേ മാതിരില്ല. ചിലർക്ക് അങ്ങനത്തെ ഭയങ്കരമായിട്ട് അപ്പം കൂടും. ഒരന്നത്തെ ദിവസം തന്നെ കൊള്ളവും. ഈ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവില്ല. ഇവന്റെ 10 രൂപ അത്ര ആണ് പെരുമാണ്. വില കൊടുത്തതിന് അത്ര പണം ഉണ്ടാവും. അതൊക്കെ തേച്ച് അടുത്തിങ്ങനെ നിന്നാ അടുക്കുന്നു. അതുകൊണ്ട് പോയി അത്ര വാങ്ങും. ഒരു മാന്യമായി എല്ലാവർക്കും കൊള്ളാൻ പറ്റുന്ന വലിയ കട്ടില്ലാത്ത ഒരു ലൈറ്റ് സൈറ്റ് ഏതെങ്കിലുമൊക്കെ വാങ്ങി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തറിനെ ഹിസാബ് വെച്ചിട്ടില്ല എന്നാണ്. അത്ര കുറച്ച് വില കൂടി വാങ്ങിയാൽ കാരണം എന്താ പറഞ്ഞാൽ ഈ ആൾക്കാരും കൂടി വസ്ത്രം അത് നമ്മളെ ഇഷ്ടമാണ്. അത്തറ് മറ്റുള്ളവരും കൂടി പഠിക്കും. അതുകൊണ്ട് നല്ല അത്രയൊക്കെ വാങ്ങി തേച്ച് തെക്കുവീറൊക്കെ ചെല്ലി കുട്ടികളൊക്കെ കൊണ്ട് എവിടേക്ക് പോവാം, മസ്ജിദിലേക്ക് പോവാം, അല്ലെങ്കിൽ വീടുകളിലേക്ക്. എന്നിട്ട് പെരുന്നാൾക്കാരണം ഒരു വഴിയിലൂടെ പോവാം, വേറൊരു വഴിയിലൂടെ തിരിച്ചു വരാം. നബിതന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴിമുഖങ്ങളിൽ മലക്കുകൾ നിങ്ങളെ മുസാഫാത്തി, നമ്മൾ ആദരണീയരാണ്. കാരണം നമ്മൾ 10-30 ദിവസം എന്തിലാണ് കയ്യത്തിനോട് വെള്ളവും എല്ലാ സൗകര്യം ഉണ്ടായിട്ടും അള്ളാഹ്ക്ക് വേണ്ടി കുടിക്കാതെ തിന്നാതെ നിന്ന് മനുഷ്യരാണ് ഇവർ. പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ട് വരാണ്. അപ്പൊ അള്ളാഹു തആല പറയണം, ഓരങ്ങൾ അങ്ങനെ വിടരുത്, ഓരങ്ങൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, മുസാഫാത്തി. അപ്പൊ 2 മുസാഫാത്ത് എപ്പോ 2 വഴിയൂടെ. അപ്പൊ ഒരു വഴിയൂടെ വരിക, അടുത്ത വഴിയൂടെ പോവാം. മനസ്സിലായില്ലേ? മലക്കുകൾ മുസാഫായി അന്ന് തെക്കീറില്ല. കുടുംബ സന്ദർശനം നടത്തുക, കുടുംബ സന്ദർശനം നടത്തണം. അല്ലാതെ ഉമ്മാന്റെ കുടുംബത്തിൽ ഉപ്പാന്റെ കുടുംബത്തിലൊക്കെ ഒന്ന് പോയി നോക്കി വരിക. അന്ന് ഭക്ഷണം നടക്കും വേണ്ടിയിരുന്നില്ല. എല്ലാവരും ഒന്ന് പോയി കണ്ട് അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു സാന്നിധ്യം അറിയിച്ചു. കുടുംബം എന്ന ചെറുക്കിൽ വലിയ ആമലാണ്. എല്ലാവരും ജന്നത്തെ കാത്തിയാണ്. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ ചെറിയ ഹദീസാണ്. എല്ലാവർക്കും പഠിക്കാം. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. പച്ചക്ക് ആര് റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മളെ കുടുംബക്കാരടുത്തൊക്കെ നമ്മൾ പോയേക്ക്. ഇനി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റെങ്കിൽ അന്നത്തെ ദിവസം ഹദിയ കൊടുക്കുക. തഹാദു തഹാബൂന, ഹദിയ കൊടുത്തി സ്നേഹം ഉണ്ടാവും. എന്ത് കൊടുക്കാം? ഹദിയ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഹദിയ എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് നടത്തില്ല. നമ്മളെ ആൾക്കാരെങ്ങനെ വിളിക്കുക? ഹദിയ എന്നാൽ മിസ്വാക്കേ കൊടുക്കാമുള്ളൂ. ഹദിയന്റെ പേരാണ്, അത്തറിന്റെ പേരാണെങ്കിൽ ഹദിയ. ഹദിയ ഓരോരുത്തർക്ക് എന്താ വേണ്ട അവർക്ക് കൊടുക്കണം. സ്ത്രീകൾക്കൊക്കെ അധിക പാത്രങ്ങൾ ഇഷ്ടമല്ല. എത്ര പാത്രം കിട്ടിയാലും മതിയാവാത്ത റളിയല്ലാഹുകളാണെങ്കിൽ പെണ്ണുങ്ങൾ ഒരു പാത്രം കൊടുക്കുക, എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, ഒരു വീട്ടിൽ പോകുക, കുട്ടിയൊക്കെ കൊടുത്ത് പൈസ കൊടുക്കുക, അധികം കൊടുക്കുക. അധികം സ്നേഹം ഉണ്ടാവും. അധികം എന്തിൻ്റെ പോയി പോകുമ്പോൾ എന്തെങ്കിലും ആദ്യം എല്ലാവരും കൊടുക്കുന്ന നല്ലതാണ്. മറ്റേ അഞ്ചത്തിന്റെ ഇളാമന്റെ വീട്ടിൽ പോയി ഇളാമന്റെ എന്തെങ്കിലും കൊടുക്കും. ആ കൂടി ശരിയായിരിക്കും, കുഴപ്പമില്ല. മക്കളൊക്കെ ഭയങ്കര നമ്മളും കവർ ചെയ്യാൻ പറ്റുന്ന പൈസക്കാരായിരിക്കും. ഒന്നും പ്രശ്നമില്ല. ഇളാമത്തെ ഒരു ദിവസം നമ്മളെ ഇളാമാണ്, നമ്മളെ മുതലാണ്, നമ്മളെ അമ്മോനാണ്. അമ്മമാർക്ക് കൊടുക്കണം, പറയും. അമ്മമാർക്ക് കൊടുക്കണം. അമ്മമാരൊക്കെ നമ്മളെ പോറ്റം മെനക്കെട്ട ആൾക്കാരൊക്കെ. നമ്മളും കൂട്ടി പെരയിലാടെ ചെന്നപ്പോൾ നമ്മളെ പുള്ളി നമ്മളെ കൊണ്ടുവരുന്നതും നമ്മൾക്ക് അങ്ങാടി കൊണ്ടുപോയിട്ട് ഞാനൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ മറന്നിട്ടുണ്ടാവും. നമ്മൾ ചെറിയ കുട്ടിയല്ലേ, നമ്മൾ കൈ വേണം കാക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ താത്തന്റെ കുട്ടിയല്ലേ നമ്മളെ കൊണ്ടുപോയി അന്ന് ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവുക. ഇന്നിപ്പോ അമ്മമാരെയും പോവാ ചിലപ്പോ സാമ്പത്തികമായി പ്രയാസത്തിലേക്ക് ഉണ്ടാവുക. ഉറക്ക ഒപ്പണം കുടുംബങ്ങളിൽ കൊടുക്കാൻ, കുടുംബങ്ങളിൽ ചെയ്യാൻ ഖുർആൻ ഇങ്ങനെ പറയുന്നു. അടുക്കിടക്ക് പറയും അടുത്ത ബന്ധുക്കൾ, അടുത്ത
അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ എല്ലാവർക്കും കൊടുക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഹദിയ കൊടുക്കണം. പെരുന്നാളായിട്ട് കൊടുക്കൂലേ? ഹദിയ കൊടുക്കുക ആൾക്കാർക്ക്, കുട്ടികൾക്കൊക്കെ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാക്ക അമ്മയൊക്കെ വരുന്നുണ്ട്, ആളാപ്പ് വരുന്നുണ്ട്, എന്തായാലും പോയി കിട്ടും അല്ലേ കുട്ടികളെ. അപ്പൊ കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കണം. അതാണ് നമുക്ക് മാമായി ഇപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മളെ അതോ നോക്കിയിട്ടോ, നമുക്ക് ഓർമ്മ ഒക്കെ ഒരു പെരയിലേക്ക് ഉണ്ടായിണ്ടാ, നമ്മളെ കുട്ടിച്ചേർന്ന് മുതൽ നയിക്കുക, നില ആളാൻ നയിക്കുന്നു. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഓലെ പൈസ ഉണ്ടല്ലോ, ആദ്യക്കാർക്ക് കൊടുക്കണോ? ഏത് സൗദി രാജാവിനും കൊടുക്കുക. എന്ത് ഒരു 100 കൊടുക്കുക. നിങ്ങൾ പറയുന്നത് അതൊന്നും അതിയാർക്കും കൊടുക്കാം, ഏത് രാജാവിനും കൊടുക്കാം. അപ്പൊ പിന്നെന്താ എല്ലാവർക്കും കൊടുക്കുക. സക്കാത്തല്ല പ്രശ്നം. നമ്മൾ സക്കാത്തേ കൊടുക്കുള്ളൂ. ആരെന്നോട് ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്താ കടം പറ്റുക. സക്കാത്ത എന്നോട് കൊടുത്തിട്ടില്ല, എന്തെങ്കിലും അതിയാന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഈ പൈസയായിട്ട് നമ്മൾ എന്താ കാട്ടുക? ഈ പൈസയായിട്ട് നമ്മളൊന്നും കാണാൻ പറ്റില്ല. ഈ പൈസയോട് നമ്മൾ എന്തുണ്ടാക്കാനാണ്? അതുകൊണ്ട് ഹദിയ കൊടുക്കണം എല്ലാവർക്കും. വീട്ടുകാരോടൊക്കെ ഒരു വിട്ടുവീഴ്ച കാരണം, വിട്ടുവീഴ്ച കാട്ടാൻ ഹറാം ചെയ്യാൻ അനുവാദം കൊടുക്കാന്നല്ല. അന്നും കച്ചറുണ്ടാക്കണം. അപ്പോഴും എന്തെങ്കിലും ചെറിയ കേസ് അന്നൊരു സ്പെഷ്യൽ ചെയ്താൻ പറ്റും. എന്ത് ചെയ്യുന്നത്? ഒരു സ്പെഷ്യൽ ചെയ്ത ഒരു സന്തോഷത്തിന്റെ ദിവസം മാത്രം വരുന്ന ചെയ്താൻ. ഞാൻ പുതിയ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയാണ് എന്തെങ്കിലും സന്തോഷമുള്ള ദിവസം ഈ ചെങ്ങായി പായക്കെട്ടിരുന്നത് എന്നിട്ട് അത് പോകണം. ചെറിയ കാര്യത്തിലേക്ക് ഒരു കത്തി ഇങ്ങോട്ട് ചെയ്യും, കുറച്ച് വെള്ളം അടച്ച് ഇന്ത്യയിൽ ഇന്ന് പെരുന്നാൾ തോന്നാണ്. ഞാൻ അടുക്കള മുഴുവൻ നീന്തല്ലോ കോട്ടെ അവിടെ ഒരു ഗ്ലാസ് കുറച്ച് തട്ടി മറിഞ്ഞ് അതിൽ ചൂടാലോട് കൂടി ആ കുടുംബത്തിന്റെ സന്തോഷം കഴിഞ്ഞ വഴി. ഇങ്ങനെ ഒരു ചെയ്താൻ ഉണ്ടോ? ഒന്നും പറയട്ടെ, ഉണ്ടോ? അങ്ങനെ ഒരു ചെയ്താൻ ഉണ്ട്. ഏത് സന്തോഷിക്കുന്ന ദിവസം എന്താക്കാൻ വരിക? അതിൽ വെള്ളം വരാൻ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തീരുമാനിച്ചൊക്കെ ഇന്ന് ഓൻക്ക് കൊടുക്കുന്നില്ല, എൻട്രി ഇല്ല, ഇന്ന് ഞാൻ ഫുൾ ഫ്രീ ആണ്. ഫുൾ ഫ്രീ ആണ് നിർമ്മാണം വിടാന്നല്ല, ഭയമാക്കാരെ ഫ്രീ അല്ല. പക്ഷെ മാന്യമായി ഭാര്യന്റെ എന്തെങ്കിലും അബദ്ധം പറ്റി സാരില്ല, കുട്ടികളെ എന്തെങ്കിലും അബദ്ധം പറ്റി സാരില്ല, വിട്ടുവീഴ്ച തരുന്നവല്ല അതുകൊണ്ട് ആ ചങ്ങായിക്ക് എൻട്രി ഉണ്ട്, ചെയ്താൻ എൻട്രി ഉണ്ട്. അതുകൊണ്ട് ഈ നിലയിൽ പെരുന്നാളിന്റെ സന്തോഷപ്പെട്ടു. പെരുന്നാൾ സന്തോഷിക്കാനുള്ള ദിവസമാണ്. വെറുതെ പറഞ്ഞു എല്ലാ അറാമും ഞാൻ ചെയ്തിരുന്നു, ഒറ്റ അറാമ് ചെയ്തില്ല. പെരുന്നാളിന് നോൻപൊഴിക്കുക എന്നുള്ളത് എന്താണ് അറാമാണ്. ആ അറാം മാത്രം തെറ്റില്ല. പെരുന്നാളിന് നോൻപൊഴിക്കുക എന്നുള്ള അറാം മാത്രം. അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് പറയണ്ട. പെരുന്നാളിന്റെ അന്ന് നോൻപൊഴിക്കൽ എന്താണ്? കാരണം അന്ന് ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും അന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. നമ്മൾ നല്ല ഭക്ഷണമായി നിൽക്കുക, നല്ല നിലയിൽ സന്തോഷിക്കാം. പക്ഷേ ഇസ്ലാം എപ്പോഴും സന്തോഷമാണെങ്കിലും അതിനൊരു ഹദ് ഉണ്ടാവും, ഒരു അതിർത്തി ഉണ്ടാവും. കുടുത്തം വിട്ടിട്ട് പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചിട്ട് ഇനി പറക്കട്ടെ എന്ന് പറയുന്ന പരിപാടി ആർക്കില്ല. ഇതിന് എപ്പോഴും നൂലുണ്ടാവും. ഒരു പരിധിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, പരിധിന്റെ അപ്പുറത്തേക്ക് ആഘോഷങ്ങൾ പോകാൻ പാടില്ല. അതിനൊക്കെ ലിമിറ്റേഷൻ. ആ ബൗണ്ടറിന്റെ ഉള്ളിൽ നിന്നിട്ട് അത് പൂർത്തിയാക്കാം. അതുകൊണ്ട് പെരുന്നാൾ അത് സന്തോഷത്തിന്റെ ദിവസമാണെങ്കിൽ സന്തോഷിക്കണം, ആൾക്കാർക്ക് ഉപകാരം ചെയ്യണം. അന്ന് ഇസ്തിഗ്ഫാറും ദുആയൊക്കെ കാര്യമായിട്ട് ചെയ്യണം. ഞാൻ ഹദീസിൽ വായിച്ച് എനിക്ക് ഭയങ്കര ഹൃദയസ്പൃക്കായ ഒരു കാര്യം അന്നത്തെ ഇസ്തിഗ്ഫാറാണ്. എത്രയാണ് അതിന്റെ മഹത്വം പറഞ്ഞത്? അന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടി. കാരണം അന്ന് പാപമോചനം തേടണമെങ്കിൽ ഉള്ളിൽ അത്ര കുത്തും വേദനയും പടച്ചവനോടുള്ള യുദ്ധവും ഒക്കെ ഉള്ളവനെ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എല്ലാവരും സന്തോഷിക്കണം, നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പോൾ നമ്മൾ പേടിണ്ട്. ആരോട്? അള്ളാഹുവിനോട്. ഭക്ഷണം എനിക്ക് പൊട്ട് തന്നെ ഇന്നത്തെ ദിവസം പൊട്ടുണ്ടാവും. കുട്ടികളൊക്കെ ചില കാര്യത്തിന്റെ പെർമിഷൻ വാങ്ങലപ്പോഴാണ് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന സമയത്താണ് വന്നിട്ട് എന്ത് ചെയ്യല്?
പെർമിഷൻ വാങ്ങി ഒരു കാര്യം. വളരെ സീരിയസ് വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നമ്മൾ വീട്ടിൽ വന്ന് സോഫയിൽ ഇരുന്ന് ഇല്ലെങ്കിൽ നമ്മൾ മജ്ലിസിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ അപ്പം അങ്ങനെ വരും. ഇവിടെ ഭയങ്കര സംസാരമാണെങ്കിൽ പതുക്കെ വന്ന് എന്തൊക്കെ പറയും, ഫോണ് പതുക്കെ ഇങ്ങനെ കാക്കിട്ട് ഇങ്ങനെ കാക്കിട്ട് ആ ഫോണ് പതുക്കെ കൊണ്ടുപോയിക്കോളും. എന്നാ അവർക്കറിയാം കുറേ നേരം എന്തുണ്ടാവും. കാരണം ഈ ആളോട് സംസാരിച്ചിട്ടൊക്കെ കഴിയുന്നത് കുറേ നേരം എടുക്കും. ഉണ്ടല്ലേ? എല്ലാ കുട്ടികൾക്കും ഒരേ ബേളാണെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ പരിപാടിയാണ്. ശൈത്താന്റെ സോഫ്റ്റ്വെയർ അത്ര സെറ്റപ്പാണ്. അതുകൊണ്ട് കുട്ടികളെ ഒരു ഈ വലിയ ബഹുമാനിക്കുന്ന ആളെ തരൂല ഓടാന്നൊക്കെ പറയാൻ എന്തുണ്ടാവും, മടിണ്ടാവും. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞടിച്ചിട്ട് അടിച്ചു മാറ്റി. മനസ്സിലായെങ്കിൽ ഇതേ പരിപാടി തന്നെയാണ്. സന്തോഷിക്കുന്ന ദിവസമാണ് അള്ളാനോട് അന്ന് ഒക്കെ തല കാട്ടിട്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാ പുറത്തുനിന്നുള്ള പ്രശ്നം എന്ന് പറയാം. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര സന്തോഷമാണ്, അത് ഭയങ്കര സന്തോഷമാണ്. അവിടെ പൂർത്തിയ ഇസ്തിഗ്ഫാർ ചെയ്യണം. പിന്നെ അതിനുശേഷം ചവ്വാലിന്റെ 6 നോമ്പുണ്ട്. ചവ്വാലിന്റെ من صام رمضان ثم أتبعه ستا من شوال ആരെങ്കിലും കാന കസിയാം ദഹൻ, ആരെങ്കിലും റമദാന്റെ നോമ്പ് പൂർത്തിയാക്കി അതിനുശേഷം 6 നോമ്പ് കൂടി ചവ്വാലിൽ പൂർത്തിയാക്കിയാൽ ثم أتبعه ستا من شوال, പിന്നെ അതിനോട് തുടർത്തി ഒരു 6 നോമ്പ് കൂടി നോറ്റാൽ അവൻ വർഷം മുഴുവനും നോമ്പ് വെച്ച് നടക്കും. ഒരു നോമ്പിന് 10 ഇരട്ടി കൂട്ടുകയാണെങ്കിൽ 30 നോമ്പാകുമ്പോൾ ദിനത്തിലായി 300. പിന്നെ 6ന്റെ 10 ഇരട്ടി ആകുമ്പോഴത്തേക്ക് 60. അപ്പൊ 360 ദിവസം നോമ്പ് വെച്ചതിന്റെ പ്രതിഫലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 6 നോമ്പും കൂടി നമ്മൾ ഒരു 60 നോമ്പ് വയ്ക്കണം. നിർണ്ണയിക്കും. 30 നോൽക്കുന്നത് പ്രശ്നമില്ല. കാരണം എല്ലാവരെയും നമ്മളോട് സഹകരിക്കും. ഹോട്ടലുകാരെ ഹോട്ടലടച്ച്, കൂൾബാർ അടച്ച്, പിന്നെ എല്ലാവരും നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് റമദാന്റെ നോമ്പ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഹരത്തിൽ അങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഈ കൂൾബാറോടെ തുറക്കും, മറ്റൊരു തുറക്കും, ഇവർ തുറക്കും, ഒക്കെ റെഡി ആയാൽ പിന്നെ 6 നോക്കി പറഞ്ഞാൽ ചില്ലറ പണിയില്ല. അതിലൊരു കാര്യം പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് പിടിച്ചാൽ ചിലപ്പോൾ എന്താവും, അത് കിട്ടും. ഇനി എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൊവ്വാൽ തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി, നോക്കി തീർത്താൽ മതി. പക്ഷെ അതിന് ഉണ്ടാകുന്ന സംഭവം എന്താ പറഞ്ഞാൽ നോമ്പ് ഇങ്ങനെ പോകും. 6 നടക്കുന്നതിന് തന്നെ ചൊവ്വാൽ 7 പിന്നെ അങ്ങനെ ഇനി അടുത്ത ആഴ്ച കൊടുക്കാം, മറ്റേ ആഴ്ച കൊടുക്കാം. പിന്നെ നമ്മൾ അറിയില്ലെന്താണ് ദുൽഖഅദ 15 എന്താണ് അറിയുന്നത്, ദുൽഖഅദ 15 പിന്നെ സ്റ്റോക്ക് ഉണ്ടായില്ല. പോയല്ലോ എന്നൊക്കെ പറയും. കാരണം അത്ര സ്പീഡേക്ക് ചൊവ്വാൽ. അതുകൊണ്ട് പോയി എന്തായാലും ആ നോമ്പ് പൂർത്തിയാക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ വലിയ മുത്തക്കീങ്ങൾക്കുള്ളതാണെന്ന് നമ്മൾ പറയും. മുത്തക്കീങ്ങൾക്ക് നാമം ചേരും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും എന്താണ് അത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഒത്തുമില്ലാത്ത പാവങ്ങളാണ്. അതുകൊണ്ട് ഒരു വർഷം മുഴുവൻ നോമ്പ് വെച്ച് കൂലി തരാന്ന് പറഞ്ഞതില്ലേ 6 നോമ്പ് നോക്കണം. നോക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ റമദാൻ അതിൽ കെട്ടഴിഞ്ഞ് പോണ ആളുകളുടെ സന്തോഷത്തിൽ പോകേണ്ട ആൾക്കാരല്ല, ദുഃഖത്തോട് കൂടെ പോകേണ്ട. പക്ഷേ നല്ല മാസം കഴിഞ്ഞില്ലേ, ഇത്ര ആനന്ദകരമായ മാസം അല്ലേ, ടെൻഷനില്ല, വിഷമില്ല, പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, അമലുകൾ കഴിഞ്ഞില്ല, ഉള്ളതുകൊണ്ട് തെറ്റിക്കൊള്ളുക, അത്ര റാഹത്തിൻ്റെ. ഇത് ഈ സ്വസ്ഥതൊക്കെ ദുനിയാവിൻ്റെ വസ്തുക്കളിൽ മണ്ണിൽ അത് പോകും. അതുകൊണ്ട് റമദാനിൽ ഉണ്ടാക്കിയ അമലുകളെ നിലനിർത്താൻ ശ്രമിക്കണം. ശ്രമിക്കൂല ഇൻഷാ അല്ലാഹ്. റമദാനിലുള്ള അമലുകളെ നിലനിർത്താൻ ശ്രമിക്കണം. ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കണം. ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അമൽ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. ഉലമാക്കളുമായുള്ള സ്വഹബത്ത് ഉണ്ടാക്കണം, സഹവാസം ഉണ്ടാക്കണം. ഇത് ഞങ്ങളോട് വലിയ റിക്വസ്റ്റ് ആയിട്ട് പറയണം. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ നല്ല കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആലിമിനായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനോട് ചോദിച്ച് പഴയ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതാണ് ശരി. അവരോട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മളെ ജീവിതത്തിന് തിരുത്താൻ ശ്രമിക്കുക. ഉലമാക്കളോടായി സുഹബത്ത് ഉണ്ടാക്കുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് പഠിച്ച് ജീവിതത്തിന് നന്നാക്കുക. തൗബ ചെയ്യുക, അല്ലാഹുവുമായി അടുക്കുക.
ഹറാമുകൾ വിട്ടുക്കുക, ഹറാമ് ചെയ്യൂല എന്ന് തീരുമാനിക്കുക. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്താൽ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. ചെയ്യൂല ഇൻഷാ അല്ലാഹ്. വേറെന്തെങ്കിലും മാസം കാണുമ്പോൾ ദുആ എല്ലാ മാസവും ഉള്ളോട്ട് ഇനിയിപ്പോ പറയണം. ചൊവ്വാലിന്റെ പിറ കാണുന്നതിന് മാത്രം ദുആ ഇല്ല. എല്ലാ മാസം കാണുന്നതിന് എന്തുണ്ട്? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ്. ഇതൊരു ദുആണ്. കണ്ണിശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട ദുആണ്. മനസ്സിലായോ? കാരണം ആ ഒരു ദുആ ചെയ്താൽ ആ ഒരു മാസത്തിന്റെ എല്ലാ ഖൈറും അയാൾക്ക് എത്ര വലിയ ലാഭമുള്ളതാണ്. ആകാശം ഇങ്ങനെ ചന്ദ്രൻ നോക്കിയിട്ട് ഹിലാലു ഖൈരിൻ വറുഷ്ദ്, ഹിലാലു ഖൈരിൻ വറുഷ്ദ്, ഹിലാലു ഖൈരിൻ വറുഷ്ദ് എന്ന് വേറെ ഹദീസിലുണ്ട്. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഇത് നന്മയുടെയും സന്മാർഗത്തിന്റെയും പിറവിയാക്കണേ എന്ന് ദുആ ചെയ്യും. മനസ്സിലായോ? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, നിർഭയത്വത്തിന്റെയും ഈമാനിന്റെയും പിറയാക്കണേ. ബിസ്സലാമത്തി വൽ ഇസ്ലാം, രക്ഷയുടെയും ഇസ്ലാമിൻ്റെതാക്കണേ. റബ്ബി വറബ്ബുക അല്ലാഹ്, എന്റെയും നിന്റെയൊക്കെ റബ്ബ് അല്ലാഹു. അതെന്താ എല്ലാ സുന്നത്തും പറയണം. ഇന്നത്തെ മഗ്‌രിബിൽ മാസം നോക്കൽ ഒരു സുന്നത്തായ അമലാണ്. സമൂസല്ല എന്ത് ചെയ്യാ, മാസം നോക്കാൻ. നമ്മളെ കാപ്പാടുകാരെ എന്ത് ചെയ്താണ് മൊത്തത്തിൽ കണ്ടതുപോലെ കാപ്പാടും പിന്നെ പൊന്നാനി കൂട്ടായി പോലെ ഏൽപ്പിച്ചേക്കാണ്. കൂട്ടമായി ഒരു മാസം കാണട്ടെ എന്നത് നമുക്ക് നോക്കണത് നല്ലതാണ്. മനസ്സിലായില്ലേ? വേറൊന്നുമില്ല. ഈ ആളുകൾ സാധാരണ പറഞ്ഞു കുല്ലു ആമിൻ അൻതും വഖൈർ എന്നൊരു സൗദിയിൽ നിന്നും ബാക്കി ദുബായിൽ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളുണ്ട്. കുല്ലു ആമിൻ അൻതും വഖൈർ, വർഷം മുഴുവനും നിങ്ങൾ ഖൈറിലാവട്ടെ എന്നുള്ളതായിരിക്കും ഒരു ഉദ്ദേശിച്ചത്. പക്ഷെ നിബിധന ശാസ്ത്രങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അത്ര ക്ലാരിറ്റിയും അതിൻ്റെ അത്ര ചോർക്കും വേറെ ഒന്നുമുണ്ട്. നിബിധന ശാസ്ത്രങ്ങൾ ഈ പെരുന്നാളായാലും പറയാൻ പറഞ്ഞത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാൽ, മിനിമം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നെങ്കിലും പറയും. തഖബ്ബലല്ലാഹു, അല്ലാഹ് നമ്മളെ, തഖബ്ബലല്ലാഹു മിന്നാ, അല്ലാഹ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. കാരണം അല്ലാഹ് കുറേ ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആശംസിച്ച് പറയണം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മളിൽ നിന്ന് നിങ്ങളിൽ നിന്നൊക്കെ അല്ലാഹ് എന്ത് ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ എന്ന് പറയാം. അത് ഭയങ്കര സുഖമാണ്. നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് പറയേണ്ടത്. ചിലർ ഈദ് മുബാറക് എന്നത് ഇതിലല്ലേ കൈ പിടിച്ചിട്ട് ഓനക്ക് എന്തെങ്കിലും പറയണ്ടേ, ഓൻ ഈദ് മുബാറക്. ഈദ് എന്തായാലും തന്നെയാണ്, മുബാറക്കാണ്. ഇതിനൊരു സംശയമില്ല. പറയേണ്ടത് ഇതാണ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അത് പറയാനല്ലേ.